السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله بنعمته تتم الخيرات وتتحقق الصالحات. نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. نشهد أن لا إله إلا الله وحده لا شريك له. يا لطيفا بخلقه يا عليما بخلقه يا خبيرا بخلقه ألطف بنا يا لطيف يا عليم يا خبير. ربنا لا مانع لما أعطيت ولا معطي لما منعت ولا راد لما قضيت ولا مبدل لما حكمت ولا ينفع ذا الجد منك الجد. صلى الله على سيدنا محمد وعلى آله وأصحابه أجمعين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. عسى ربه إن طلقكن أن يبدله أزواجا خيرا منكن مسلمات مؤمنات قانتات تائبات عابدات سائحات ثيبات وأبكارا. يا أيها الذين آمنوا قوا أنفسكم وأهليكم نارا وقودها الناس والحجارة عليها ملائكة غلاظ شداد لا يعصون الله ما أمرهم ويفعلون ما يؤمرون. صدق الله العلي العظيم. خير ما للمرء يعطى زوجة فيها الصلاة يحفظ الود ويلقي منها بشر وانشراح تملأ القلب سرورا تمنح النفس ارتياح ثغرها يبسم دوما بلسم يشفي الجراح تحفظ العشرة أحدا ذاك سر لا يباح ثوب طهر وعفاف جعلت منه وشاء
खुसरवी अच्छी लगी ना सरवरी अच्छी लगी खुसरवी अच्छी लगी ना सरवरी अच्छी लगी हम फकीरों को मदीने की गली अच्छी लगी. ഈ ഇൽമിൻ്റെ മജ്ലിസിൽ അധ്യക്ഷത വഹിക്കുന്ന പി മൊയ്തീൻ കുട്ടി ഹാജി സാഹിബ് അവറുകളെ, എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത്, ഈ ചടങ്ങിന് സ്വാഗതം ആശംസിച്ച അൻവർ സ്വാദിഖ് വാഫി ഉസ്താദ് അവറുകളെ, പ്രിയപ്പെട്ട നലാഫ് തങ്ങൾ, സിദ്ദീഖ് ഫൈലി, വേദിയിലും സദസ്സിലുമുള്ള ഉസ്താദുമാരെ, പണ്ഡിതന്മാരെ, മഹല്ല് ഭാരവാഹികളെ, സമസ്തയുടെയും SKSSF-ൻ്റെയും സുന്നി യുവജന സംഘത്തിൻ്റെയും ഒക്കെ നേതാക്കളെ, പ്രവർത്തകന്മാരെ, സർവോപരി ഇവിടെ സന്നിഹിതരായ സത്യവിശ്വാസികളെ, സഹോദരി സഹോദരന്മാരെ, അല്ലാഹു നമ്മളിവിടെ വന്നതും സംസാരിക്കുന്നതും കേൾക്കുന്നതുമൊക്കെ നാളെ ആഖിറത്തിൽ നമുക്ക് ഗുണം ചെയ്യുന്ന സൽക്കർമ്മങ്ങളായി സ്വീകരിക്കുമാറാവട്ടെ. എല്ലാവരും ആമീൻ പറയൂ. ഇത് അല്ലാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. നമ്മുടെ ദോഷങ്ങൾ അല്ലാഹു തആല പുറത്തു തരുമാറാവട്ടെ. നമ്മുടെ മാതാപിതാക്കൾ, ഭാര്യ, സന്താനങ്ങൾ, ഉസ്താദുമാർ എല്ലാവർക്കും അല്ലാഹു പുറത്തു കൊടുക്കുമാറാവട്ടെ. കാമിലായ മുഅ്മിനായി മരണപ്പെടുന്നവരിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ചേർക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ എന്ന് ദുആ ചെയ്യുന്നു. റബീഉൽ അവ്വലായതുകൊണ്ട് നമ്മുടെ എല്ലാ സംസാരങ്ങൾക്കും പ്രവർത്തനങ്ങൾക്കും സാധാരണയിൽ കവിഞ്ഞ പ്രവാചക സ്നേഹവുമായി ബന്ധപ്പെട്ട അഭേദ്യമായ ഒരു തുടിപ്പുണ്ട് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ സദസ്സിൽ ഇന്ന് നമ്മുടെയൊക്കെ ഉമ്മയായ, മാതാവായ ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു തആല അൻഹയുടെ ജീവിതത്തെ ചെറിയ രീതിയിൽ നമ്മൾ അനാവരണം ചെയ്യാൻ ശ്രമിക്കുന്നത്. പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തിയ ഈ മഹാ വനിത, ഈ സ്ത്രീരത്നം സ്വന്തം മാതാവിനേക്കാൾ താല്പര്യത്തോടെ നമ്മൾ കാണേണ്ട ഗണത്തിൽ ഉൾപ്പെടുന്നവരാണ്. എന്തുകൊണ്ടെന്നാൽ മുഹമ്മദ് നബിയോടുള്ള സ്നേഹത്തിന്റെ ഭാഗമാണ് നബിയുമായി ബന്ധപ്പെട്ട എല്ലാറ്റിനെയും ഇഷ്ടപ്പെടുക, സ്നേഹത്തോടെ കാണുക എന്നത്. അതുകൊണ്ടാണ് ആ പേരിന് നമ്മൾ ഇഷ്ടപ്പെടുന്നത്. ഇപ്പൊ ഈ ഇരിക്കുന്നവരിൽ മുഹമ്മദ് എന്ന് സ്വയം പേരുള്ളവരോ, സ്വന്തം പേരുള്ളവരോ, മക്കൾക്ക് പേരുള്ളവരോ, മരുമക്കൾക്ക് പേരുള്ളവരോ ഒന്ന് കൈപൊക്കണം എന്ന് ഞാൻ പറഞ്ഞാൽ ഒരാളുടെയും കൈ പൊങ്ങാതിരിക്കില്ല. ഒന്നുകിൽ സ്വന്തം പേരിന്റെ തല മുഹമ്മദ് എന്നായിരിക്കും, മക്കളുടെ പേര് മുഹമ്മദ്, അങ്ങനെയാണ്. മുഹമ്മദുർ റസൂലിനോടുള്ള സല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹത്തിന്റെ ഭാഗങ്ങളിൽ ഒന്നാണത് പേരിന് ഇഷ്ടപ്പെടുക. സ്വന്തം നാടിനേക്കാൾ ആ നാടിനെ ഇഷ്ടപ്പെടുക, അവിടുത്തെ ചരിത്രങ്ങളെ ഇഷ്ടപ്പെടുക, അവിടുത്തെ കഥകളെ ഇഷ്ടപ്പെടുക എന്നല്ല, എന്തൊക്കെ മുഹമ്മദുർ റസൂലുമായി ബന്ധപ്പെട്ടതായിട്ടുണ്ടോ അതിനെയൊക്കെ സ്നേഹിക്കുന്നത് ആ മുത്തുനബിയോടുള്ള ഏറ്റവും പറഞ്ഞറിയിക്കാനാവാത്ത സ്നേഹത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ്. അതാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബാംഗങ്ങളെ
വിശിഷ്യ അവിടുത്തെ പത്നിമാരെ, നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മമാരായി നാം കാണുന്ന അവരെ നമ്മൾ പഠിക്കുകയും പകർത്തുകയും ഓർക്കുകയും അവരെക്കുറിച്ച് സംസാരിക്കുകയും അവരുടെ നാമങ്ങൾ സ്വീകരിക്കുകയും ഒക്കെ ചെയ്യുന്നത്. ഒരു ഹദീസ് ഇങ്ങനെയാണ്: അദ്ദിബൂ ഔലാദകും അലാ സലാസി ഖിസാൽ. 3 സംഗതികൾ ചെറുപ്പത്തിൽ തന്നെ നിങ്ങൾ മക്കൾക്ക് മര്യാദയായി പഠിപ്പിച്ചു കൊടുക്കണം. കുഞ്ഞുനാളിൽ അവരുടെ ഹൃദയത്തിൽ നിലനിൽക്കേണ്ട, അവരുടെ മനസ്സുകൾ അറിയേണ്ട, അവരുടെ ജീവിതവുമായി ചേരേണ്ട 3 മര്യാദകളിൽ 3-ാമത്തേതാണ് ഖുർആൻ പാരായണം ചെയ്യുക എന്നത്. 1-ാമത്തേത് ഹുബ്ബി നബിയിക്കും, പരിശുദ്ധ നബിയോടുള്ള സ്നേഹം നിങ്ങൾ അവർക്ക് മര്യാദയായി പഠിപ്പിച്ചു കൊടുക്കണമെന്ന് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്ന് പറഞ്ഞാൽ റസൂലിന്റെ സുന്നത്തനുസരിച്ച് ആ കുഞ്ഞിനെ വളർത്തുക, പരിശുദ്ധ റസൂലിന്റെ ഓർമ്മയും ചിന്തകളും ആ കുഞ്ഞിന്റെ ഹൃദയത്തിൽ നിലനിർത്തുവാൻ ആവശ്യമായ സതുപദേശങ്ങൾ നൽകുക. എല്ലാവരെക്കാളും എല്ലാറ്റിനേക്കാളും നബിയാണ്, അവിടുത്തെയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് എന്റെ ജീവിതത്തിൽ പ്രാധാന്യമുള്ളത് എന്ന ബോധം പറക്കമുറ്റാത്ത പ്രായമാണെങ്കിലും ആ കുഞ്ഞിന്റെ മനസ്സിൽ നൽകിയെടുക്കുക. ഹുബ്ബി നബിയിക്കും. 2-ാമത്തേത് എന്താ? വഹുബ്ബി അഹ്ലി ബൈതിഹി. ആ പരിശുദ്ധ റസൂലിന്റെ വീട്ടുകാരുമായി, കുടുംബക്കാരുമായി, അവിടുത്തെയുടെ സ്നേഹനിർഭരരായ സന്താനങ്ങളുമായി, കുടുംബാംഗങ്ങളുമായി, അവിടുത്തെയുടെ ഭാര്യമാരുമായി ഈ കുഞ്ഞിനോന്റെ ഹൃദയത്തിൽ നിങ്ങൾ സ്നേഹം സന്നിവേശിപ്പിക്കുക. അഹ്ലുബൈത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാര്, മക്കള് ഇന്നും ലോകത്തിന്റെ വെളിച്ചം അവരാണ്. പ്രത്യേകിച്ച് കേരളത്തിന്റെ പ്രകാശം അവരാണ്. നമ്മുടെയൊക്കെ അഭിമാനം അവർ മാത്രമാണ്. ഇന്ന് ഞാനും നിങ്ങളുമൊക്കെ ഒരു പതാക കയ്യിലേന്തുന്നുവെങ്കിൽ ആ പതാകയുടെ മഹത്വം നമ്മൾ കാണുന്നത് ഈ പതാക സയ്യിദുമാർ പിടിച്ചതാണ് എന്നതാണ്. വരക്കൽ മുല്ലക്കോയ തങ്ങളെപ്പോലെയുള്ള, ഖായിദുൽ ഖൗം സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങളെപ്പോലെയുള്ള, നിങ്ങളുടെ ഈ നാട്ടിൽ നിന്ന് ഏതാനും കിലോമീറ്റർ അപ്പുറത്തുള്ള പാണക്കാട് PMSA പൂക്കോയ തങ്ങളെപ്പോലെയുള്ള സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളും ഉമർ അലി ശിഹാബ് തങ്ങളും അല്ലാഹു അവരുടെയൊക്കെ ഖബർ വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. ഈ സാത്വികരായ സാദാത്യങ്ങൾ പിടിച്ചതാണ് എന്നതാണ് നമ്മുടെയൊക്കെ അഭിമാനം. എന്തേ? അവർ അഹ്ലുബൈത്താണ്, പരിശുദ്ധ നബിയുടെ കുടുംബാംഗങ്ങളാണ്. അവരുടെ സിരകളിലൂടെ ഒഴുകുന്ന രക്തം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ രക്തമാണ്. ആ പരമ്പരയാണ്, അവരിലാണ് നമ്മൾ അഭയം കാണുന്നത്. അവരെയാണ് നമ്മൾ നമ്മുടെ തണലായി സ്വീകരിച്ചിട്ടുള്ളത്. ചുമടുകളുമായി നമ്മൾ ചെല്ലുമ്പോ ഒരത്താണിയായി, ഒരാലംബമായി നമ്മൾ കാണുന്നത് ഈ അഹ്ലുബൈത്തിനെയാണ്. ആ അഹ്ലുബൈത്തിന്റെ മുഴുവൻ കാരണക്കാരിയാണ് ആരാണെന്നറിയുമോ? സയ്യിദത്തുനാ ഖദീജത്തുൽ കുബ്രാ റളിയല്ലാഹു അൻഹ. ഏത് സയ്യിദാണെങ്കിലും, സാദാത്യങ്ങളിലെ ഏത് മഹാനാണെങ്കിലും, ഏത് ചെറിയ കുട്ടിയാണെങ്കിലും അവരുടെ പിതാവ്, പിതാവിന്റെ പിതാവിന്റെ പിതാവിന്റെ, അങ്ങനെ പോയാൽ എത്താൻ കഴിയുന്ന ഒരാളൊന്നുകിൽ ഹസൻ റളിയല്ലാഹു അൻഹു ആണ്, രണ്ടാമത്തെയാള് ഹുസൈൻ റളിയല്ലാഹു അൻഹു ആണ്. പരിശുദ്ധ റസൂലിന്റെ പിരടിയിൽ കടർന്നു വളർന്ന ഹബീബായ റസൂലുള്ള തന്റെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച സയ്യിദാ ശബാബി അഹ്ലിൽ ജന്ന, സ്വർഗത്തിലെ യുവാക്കളുടെ നായകന്മാരായി അള്ളാഹുവിന്റെ റസൂൽ സ്ഥാനം നൽകിയ ഈ രണ്ടിലേതെങ്കിലും ഒരാളിലേക്കാണ് അവരുടെ പിതൃപരമ്പര ചേരുന്നത്.
അവരാണെങ്കിലോ അലി ഇബ്നു അബീ ത്വാലിബിന്റെ മക്കളാണ്. ആ അലിയാണെങ്കിലോ സയ്യിദത്തുനാ ഫാത്തിമ എന്റെ കരളിന്റെ കഷ്ണമാണെന്ന് അല്ലാഹുവിന്റെ ഹബീബ് വിളംബരം ചെയ്ത, തന്റെ ജീവിതത്തിന്റെ സാന്ത്വനമായി എവിടുന്ന് കണ്ടിരുന്ന തന്റെ പുന്നാര മകളായ ഫാത്തിമ റളിയല്ലാഹു അൻഹയാണല്ലോ ഇവരുടെ മാതാവ്. അവരുടെ മാതാവാണ് ബീവി ഖദീജ. പുന്നാര നബിയുടെ പ്രിയപ്പെട്ട സഹധർമ്മിണി, പ്രഥമ വനിത, പ്രഥമയായ സഹധർമ്മിണി. അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞുവല്ലോ, അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം വ അസ്വാജുഹു ഉമ്മഹാത്തുഹും. മുസ്ലിമിനോട് ഖുർആൻ പറയുന്ന ശക്തമായ ആശയങ്ങളിൽ ഒന്നാണ് അന്നബിയു, ആദരവായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം, സ്വന്തം ശരീരത്തെക്കാൾ വിശ്വാസികളുമായി ഏറ്റവും അടുപ്പമുള്ളയാളാണ്. ഞാനത് വിശദീകരിക്കുന്നില്ല. പിന്നെ പറയാണ് വ അസ്വാജു, നബിയുടെ ഭാര്യമാർ, പത്നിമാർ, ആയിഷത്തും വ ഹഫ്സത്തും വ സൗദാ സോഫിയത്തും മൈമൂനത്തും വ റംലാ റളിയല്ലാഹു അൻഹും. അല്ലാഹു അവരുടെയൊക്കെ പരലോകത്തെ, അല്ലാഹു അവരുടെയൊക്കെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ പരലോകം അല്ലാഹു വിജയിപ്പിച്ചു തരുമാറാകട്ടെ. ഹിന്ദും വ സൈനബും കദാ ജുവൈരിയാ ലിൽ മുഅ്മിനീന ഉമ്മഹാത്തും മർളിയാ. സത്യവിശ്വാസികൾക്കവർ സംതൃപ്തരായ ഉമ്മമാരാണ്. വ അസ്വാജുഹു ഉമ്മഹാത്തുഹും. ഉമ്മക്കൊരു പ്രത്യേകതയുണ്ട്. ആദ്യമായി നമ്മൾ സംസാരിക്കുന്ന അക്ഷരങ്ങൾ ഉമ്മ എന്ന അക്ഷരങ്ങളായിരിക്കും. ആദ്യമായിട്ട് വിളിക്കുന്നത് ഉമ്മയാണ്. ഉമ്മയാണ് കൈപിടിക്കുന്നത്. ഉമ്മയാണ് നമ്മുടെ നടത്തത്തെ പരിശീലിപ്പിക്കുന്നത്. ഉമ്മയാണ് ഭക്ഷണം കഴിപ്പിക്കുന്നത്. ഉമ്മ നമ്മുടെ എല്ലാമാണ്. നമ്മുടെ ഏറ്റവും വലിയ മാതൃകയാണ് ഉമ്മ, അല്ലേ? ഉമ്മയില്ലായിരുന്നെങ്കിൽ താലോല പാട്ടുകൾ പോലെ മറ്റൊരു പാട്ടുണ്ടോ? താരാട്ടാനുമ്മയെപ്പോലെ വേറൊരു കൂട്ടുണ്ടോ? ഉമ്മാന്റെ മടിത്തട്ട് സ്വർഗീയ പൂന്തട്ട്, സ്നേഹക്കാവാണ് ഉമ്മ, സഹനക്കടലാണ്. സ്നേഹക്കാവാണ് ഉമ്മ, സഹനക്കടലാണ്. ഉമ്മാന്റെ കലടിപ്പാടിലാണ് സുവർഗം ഓർത്തോളി. ഹുദമതിയായി മുത്ത് മുഹമ്മദിൻ തുമൊഴിയുള്ളിലുറച്ചോളി. അമ്മിഞ്ഞ പാലിൻ മധുരം ഇന്ന് മറക്കാമോ? അമ്മിഞ്ഞ പാലിൻ മധുരം ഇന്ന് മറക്കാമോ? ആയിരം പോറ്റുമ്മ വന്നാൽ സ്വന്തം പെറ്റുമ്മ ആയിടുമോ? ആയിരം പോറ്റുമ്മ വന്നാൽ സ്വന്തം പെറ്റുമ്മ ആയിടുമോ? അതാണ് ഉമ്മ, നമ്മുടെ സർവവുമായ മാതൃക, നമ്മയെല്ലാം പഠിപ്പിച്ചയാൾ. എന്നതുപോലെ ലോകത്തുള്ള വിശ്വാസികളെ, നിങ്ങളുടെ ഉമ്മമാരാണ് ഈ പരിശുദ്ധ ദീനിൽ നിങ്ങളെ നടക്കാൻ പഠിപ്പിക്കുന്നവർ, ഈ വിശുദ്ധമായ ദീനിൽ നിങ്ങളെ ചിരിക്കാൻ പഠിപ്പിക്കുന്നവർ, ഈ പരിശുദ്ധമായ ദീനിൽ നിങ്ങളെ ജീവിക്കാൻ പഠിപ്പിക്കുന്നവർ. വ അസ്വാജുഹു ഉമ്മഹാത്തുഹും, അവർ നിങ്ങളുടെ ഉമ്മമാരാണ് എന്ന് പരിശുദ്ധ ഖുർആൻ. ചില ആളുകൾക്ക് മുഹമ്മദുർ റസൂൽ കുറച്ച് വിവാഹം ചെയ്തു എന്നെങ്കിൽ വലിയ വിഷമമുണ്ടാവാറുണ്ട്. ചിലരത് പത്രങ്ങളിൽ എഴുതും, ചില ആളുകൾ അതിനെക്കുറിച്ച് ആരോപണങ്ങൾ പറയും.
നമുക്ക് അഭിമാനമാണ് അല്ലേ? എന്തേ നമുക്ക് അഭിമാനം? അല്ലാഹുവേ, ഞങ്ങൾ ഈ ദീനുമായി മുന്നോട്ട് പോകുമ്പോ, ഈ നിയമങ്ങളും വ്യവസ്ഥിതികളുമായി ഞങ്ങൾ മുന്നോട്ട് പോകുമ്പോ ഞങ്ങൾ എങ്ങനെ ജീവിക്കണം എന്നറിയാൻ ഞങ്ങളൊക്കെ ആഗ്രഹിക്കുമ്പോ തമ്പുരാനെ, നീ ഞങ്ങൾക്ക് മാതൃകകൾ നൽകിയല്ലോ. ഇവർ നടന്ന വഴികളിലൂടെ നടന്നോളൂ, ഇവർ പറഞ്ഞതുപോലെ പറഞ്ഞോളൂ, ഇവർ ജീവിച്ചതുപോലെ ജീവിച്ചോളൂ, ഇവരെ അനുധാവനം ചെയ്തോളൂ. ലോകത്തുള്ള കോടാനക്കോടി സത്യവിശ്വാസിനികളായ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിമാർക്ക്, ഉമ്മമാർക്ക്, പ്രിയപ്പെട്ട നമ്മുടെ ഭാര്യയ്ക്ക്, നമ്മുടെ ഉമ്മയ്ക്ക് എങ്ങനെയാണ് ഒരു ഉമ്മയാകേണ്ടത്, ഒരു ഭാര്യയാകേണ്ടത്, ഒരു സഹോദരിയാകേണ്ടത്, നാട്ടിലെ ഒരു സാധാരണക്കാരിയായ സ്ത്രീയാകേണ്ടത്, എങ്ങനെയാണ് അവർ അറിവ് തേടേണ്ടത്, എങ്ങനെയാണ് ഭർത്താവിനോട് ഇടപെടേണ്ടത്, ഇതെല്ലാം അവർക്ക് മാതൃകയായി കാണിച്ചു കൊടുക്കാൻ അല്ലാഹു തആല ഹബീബായ റസൂലുള്ളാഹിയുടെ ഭാര്യമാരിലൂടെ നമുക്ക് അവസരം നൽകി. വഅസ്വാജുഹു ഉമ്മഹാതുഹും. അപ്പൊ നമുക്കതിൽ യാതൊരു കൺഫ്യൂഷനും ഇല്ല അല്ലേ? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ വിവാഹങ്ങളൊന്നും ചെയ്തില്ലായിരുന്നെങ്കിൽ നമ്മൾ ആകെ കിണിഞ്ഞു പോയേനെ. മനസ്സിലാക്കണം. കാരണം ഈ ഖുർആനിലുള്ള ഒരുപാട് സൂറത്തുകൾ, ഒരുപാട് ആയത്തുകൾ ആ ഭാര്യമാരെ മുൻനിർത്തിയിട്ടാണ് അല്ലാഹു തആല അവതരിപ്പിച്ചത്. ഇതൊന്നും ഈ പറയുന്ന ആൾക്കാർക്ക് അറിയില്ലല്ലോ അല്ലേ? ഇന്നിപ്പോ ഇസ്ലാം സ്ത്രീയെ ചവിട്ടി തേക്കുക എന്നാണ് ഓരോരുത്തർ പറയുന്നത്. ഇവരിതൊന്നും മനസ്സിലാക്കൂല. ഈ ഭാര്യമാരില്ലായിരുന്നെങ്കിൽ പരിശുദ്ധമായ സൂറത്തു ത്വലാഖ്, ഉദാഹരണം ഭാര്യമാരുമായി ബന്ധപ്പെട്ടതല്ലേ? സൂറത്തുൽ അഹ്സാബിന്റെ ഒട്ടനേകം ഭാഗങ്ങൾ പരിശുദ്ധ റസൂലിന്റെ ഭാര്യമാരുമായി ബന്ധപ്പെട്ടതല്ലേ? സൂറത്തു തഹ്രീമിന്റെ ഒരുപാട് ഭാഗങ്ങൾ അവിടുത്തെ ഭാര്യമാരുമായി ബന്ധപ്പെട്ട സംഗതികളല്ലേ? റസൂലുള്ളാഹിയുടെ പ്രിയപ്പെട്ട ഭാര്യമാർ അഥവാ നമ്മുടെ ഉമ്മമാർ, അവരെ അഭിസംബോധന ചെയ്തിട്ടാണ് ഹിജാബിന്റെ ആയത്തുകളെ അല്ലാഹു തആല അവതരിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ ഇത് പറയുന്ന ആളുകൾക്ക്, ഇപ്പൊ എല്ലാവരും പറയുന്നൊരു വാക്കായതുകൊണ്ട് ഞാൻ പറയാണ്, തലക്ക് വെളിവില്ല എന്ന് മാത്രമേ അതിനെക്കുറിച്ച് പറയാൻ പറ്റുള്ളൂ. ഇത് പറയുന്ന ആൾക്കാർക്ക്, അല്ലാതെ ഇതൊക്കെ ചിന്തിക്കണ്ടേ? ഇത്തരം കാര്യങ്ങൾ, ഇത്തരം ഗുണങ്ങൾ ഈ മതത്തെ സംബന്ധിച്ചിടത്തോളം, ഈ ദീനിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിട്ടുണ്ട്. യാ അല്ലാ, അതാണ് നമ്മുടെ ഉമ്മമാർ, പരിശുദ്ധ റസൂലിന്റെ പ്രിയപ്പെട്ട പത്നിമാർ. ആ ഉമ്മമാരിൽ ലോകത്തിന് മാതൃകയായി വിശ്വാസിനികൾക്ക് ഏറ്റവും വലിയ മാതൃകകൾ സമ്മാനിച്ച് പരിശുദ്ധ റസൂലിന്റെ കൂടെ കഴിഞ്ഞ ഉമ്മയാണ് സയ്യിദത്തുനാ ബീവി ഖദീജ റളിയല്ലാഹു തആല അൻഹാ. ഒരിക്കലും മറന്നില്ലല്ലോ പരിശുദ്ധ നബി, ഒരിക്കലും അവിടുത്തെ വിസ്മരിച്ചിട്ടില്ലല്ലോ. അള്ളാഹുവിന്റെ റസൂൽ എപ്പോഴും പറയുമായിരുന്നല്ലോ, ഖദീജ ബീവിയോടുള്ള സ്നേഹം അവിടുന്ന് പ്രകടിപ്പിക്കുമായിരുന്നല്ലോ. ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്, പരിശുദ്ധ റസൂൽ എപ്പോഴും ആയിഷ ബീവിയുടെ മുമ്പിൽ വെച്ച് നബി ആ ഖദീജ ബീവിയെ കുറിച്ച് പറയും. എപ്പോഴും അങ്ങനെ പറയും, ഖദീജ അങ്ങനെയാണ്, ഖദീജ അങ്ങനെയാണ്. ഖദീജന്റെ ആ കറിയുടെ ഒരു രുചി, ഓ ഖദീജ വിളമ്പിത്തരുന്ന ആ ഭക്ഷണത്തിന്റെ ഒരു ടേസ്റ്റ്. എത്ര മഹത്വമുള്ളവരാണെങ്കിലും സ്വന്തം ഭർത്താവ്, മറ്റൊരു ഭാര്യ അല്ലെങ്കിൽ മറ്റൊരു സ്ത്രീ, അവരെ പറ്റി പറയുമ്പോൾ ഏതൊരു ഭാര്യയാണെങ്കിലും ചെറിയ ഒരു അനിഷ്ടം പ്രകടിപ്പിക്കുക സ്വാഭാവികമാണല്ലോ. കുഞ്ഞായി മുസ്ലിയാർ പോലും തോറ്റുപോയത് 2 കല്യാണം കഴിച്ചപ്പോഴാണ് എന്നാണ് ആ മഹാന്റെ ജീവിതത്തിൽ നമ്മൾ കേട്ടിട്ടുള്ളത്. അല്ലാഹു അദ്ദേഹത്തിന്റെ ഖബർ വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. അതുകൊണ്ട് ആയിഷ ബീവി പറഞ്ഞു, ഞാൻ റസൂലുള്ളാഹിയുടെ ഭാര്യമാരിൽ നിന്ന് ഒരാളുടെ മേലിലും ഞാൻ ദേഷ്യപ്പെട്ടിട്ടില്ല. ഖദീജയോട് ഞാൻ ദേഷ്യപ്പെട്ട അത്ര. വാക്കുകളോട് ഇടയ്ക്കിടക്ക് ദേഷ്യമൊക്കെ ഉണ്ടായിരുന്നു, ഇടയ്ക്കിടക്ക് ഓരോ ശണ്ടകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഖദീജ ബീവിയോട് ഞാൻ ദേഷ്യപ്പെട്ട അത്ര വേറൊരാളോട് എനിക്ക് ദേഷ്യം ഉണ്ടായിട്ടില്ല. എന്നാൽ ബാക്കിയുള്ള ഭാര്യമാരെ ഞാൻ കണ്ടിട്ടുണ്ട്.
വമാ റഅയ്തുഹാ, ഖദീജ ബീവിയാണെങ്കിൽ ഞാൻ കണ്ടിട്ടേന്നില്ല, എന്നിട്ടും എനിക്ക് ഭയങ്കര ദേഷ്യമാണ്. എന്തുകൊണ്ടെന്നാൽ പരിശുദ്ധ നബി എപ്പോഴും ഖദീജ ബീവിയെ കുറിച്ച് പറയും, വറുബ്ബമാ യദ്ബഹു ശാത, ചിലപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ ആടിനെ അറുക്കുമായിരുന്നു. സുമ്മ യഖ്തഉഹാ അഅദാഅ, എന്നിട്ട് ആടിന്റെ കഷ്ണങ്ങളാക്കി ആടിനെ മുറിക്കുമായിരുന്നു. മുറിക്കുകയെന്ന് മാത്രമല്ല, ثم يبعثها في صدائق رضي الله عنها. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിനെ ഓരോ ഓഹരികളായിട്ട് അയക്കുമായിരുന്നു ഖദീജ റളിയല്ലാഹു തആല അൻഹയുടെ കൂട്ടുകാരികളിലേക്ക്. ഖദീജ ബീവി വീട്ടിലുണ്ടാവുമ്പോൾ കാണാൻ വന്നിരുന്ന പരിചയം ഉണ്ടായിരുന്ന ആ ഖദീജ ബീവിയുടെ കൂട്ടുകാരികളിലേക്ക് റസൂലുള്ളാഹി ഇതിൻ്റെ വലിയ ഓഹരികൾ ഇങ്ങനെ അയക്കും. അപ്പൊ ഞാനിങ്ങനെ ഇടക്ക് നബിയോട് ദേഷ്യപ്പെട്ട് ചോദിക്കും, അതല്ല, എന്താ നബിയെ നിങ്ങൾ ഈ ചെയ്യുന്നത്? കഅന്നഹു ലം യകും ഫിദ്ദുനിയാ ഇംറഅത്തുൻ ഇല്ലാ ഖദീജ, ഖദീജയല്ലാതെ മറ്റൊരു പെണ്ണ് ഈ ലോകത്ത് ഉണ്ടായിട്ടില്ല എന്നാണല്ലോ തോന്നുന്നത്. ഓ, നിങ്ങളുടെ ഒരു കാണിക്കൽ കാണുമ്പോൾ അത് ഖദീജ അല്ലാത്ത മറ്റൊരു പെണ്ണു ഈ ലോകത്ത് ഉണ്ടായിട്ടില്ലേ? പരിശുദ്ധ നബിയുടെ മുഖം മാറും. അവിടുന്ന് പറയും, ആയിഷ ശരിയാണ്, ഖദീജയെ പോലെ മറ്റൊരു പെണ്ണുണ്ടായിട്ടില്ല. ഇന്നഹാ കാനത് വകാനത്, അതെ ഖദീജ അങ്ങനെയായിരുന്നു, ഖദീജ ഇങ്ങനെയായിരുന്നു. ഖദീജ എനിക്കൊരുപാട് ഗുണം ചെയ്തു. ആ ഖദീജയിലൂടെയാണ് അല്ലാഹു എനിക്ക് മക്കളെ തന്നത് എന്ന് ലോകത്തിന്റെ മുത്തേ, ലോകത്തിന്റെ അമ്പിളിത്തിങ്കളെ, ലോകത്തിന്റെ നായകനെ, നമ്മുടെ ഹൃദയത്തിന്റെ തുടിപ്പേ, നമ്മുടെ മനസ്സിന്റെ ആത്മവിശ്വാസമേ, നമ്മുടെ ആലംബമേ, മുഹമ്മദ് മുസ്തഫ. സ്വലാത്ത് ചൊല്ലൂ മുഹമ്മദ് മുസ്തഫ. മറന്നിട്ടില്ല. ജീവിതകാലം മുഴുവൻ ഖദീജ റളിയല്ലാഹു തആല അൻഹയെ ഓർക്കുമായിരുന്നു. അവരുടെ പിതാവിന്റെ പേര് ഖുവൈലിദ് ബിൻ അസദ് എന്നാണ്. മഹദിയുടെ ഉമ്മയുടെ പേര് ഫാത്തിമ ബിന്ത് സായിദ എന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ പോകുന്നതിന്റെ 68 വർഷം മുമ്പാണ് മഹദി അവറുകൾ മദീനയിൽ മക്കയിൽ ജനിക്കുന്നത്. ഖുറൈശികൾക്കിടയിൽ ഏറ്റവും വലിയ കുലമഹിമയുള്ള, ഏറ്റവും വലിയ പേരും പ്രശസ്തിയുമുള്ള ഉന്നത കുടുംബത്തിലാണ് മഹദിയായ ഖദീജ റളിയല്ലാഹു അൻഹാ ജനിക്കുന്നത്. പിതാവും മാതാവും വളരെ പ്രസിദ്ധരായ സൽസ്വഭാവികളായിരുന്നു. ഖുവൈലിദ് ബിൻ അസദ് എന്ന് പറയുന്ന മഹാൻ, അദ്ദേഹം വലിയ ധൈര്യശാലിയായിരുന്നു. യുവാക്കൾക്കിടയിലെ വലിയ ആവേശമായിരുന്നു. എത്രയാ മനുഷ്യൻ! ആളുകൾക്കൊക്കെ ഖുവൈലിദിനെ വലിയ ഇഷ്ടമായിരുന്നു. യുവാക്കൾക്കിടയിൽ കാര്യങ്ങൾ വല്ലതുമൊക്കെ സംഘടിപ്പിക്കാനും മറ്റുമൊക്കെയായി മുന്നിൽ നിന്നിരുന്ന ആളായിരുന്നത്രേ മഹദിയായ ഖദീജയുടെ ഉപ്പ. നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യമാണ്, നബിയുമായി ബന്ധപ്പെട്ട ഒന്നിലും അസ്വാരസ്യങ്ങളില്ല. ഒന്നിലും അയ്യേ ഇത് ഇങ്ങനെയാണോ, അതില്ല. എല്ലാം ശുദ്ധാണ്. വലം യസൽ ينقلني ربي من الأصلاب الكريمة الفاخرة إلى الأرحام الزكية الطاهرة حتى أخرجني الله من بين أبوي ولم يلتقيا على سفاه قط صلى الله على سيدنا محمد സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏറ്റവും പരിശുദ്ധമായ ആത്മാക്കളിലൂടെ, ശുദ്ധരായ ആളുകളുടെ മുതുകളിലൂടെ, നല്ല മാതാക്കളുടെ ഗർഭപാത്രത്തിലൂടെ അല്ലാഹു എന്നെ ഇങ്ങനെ കൊണ്ടുവരികയായിരുന്നു. അതിന്റെ ഇടയിൽ ഒരാൾ പോലും ഒരു ഹറാമിലേക്കോ ഒരു വിചാരത്തിലേക്കൊന്നും പോയിട്ടില്ല. നമ്മുടെയൊക്കെ അതൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി.
നമ്മളെ വാപ്പാൻ്റെ പേരെന്താ? അലവി. മൂപ്പര വാപ്പാൻ്റെ പേര് കുഞ്ഞലവി. മൂപ്പരുടെ വാപ്പാൻ്റെ പേരറിയാം, ചിലപ്പോൾ വലിയ അലവി ആയിരിക്കും. അതിൻ്റെ അപ്പുറത്തുള്ള ആൾ വലിയ അലവിയാണോ ചെറിയ അലവിയാണോ എന്നറിയുന്ന ആളുകൾക്ക് വേണമെങ്കിൽ നമുക്ക് വല്ല അവാർഡും കൊടുക്കാം. അത്ര നമ്മുടെ കാര്യമുള്ളൂ. ഇതാണ് നമ്മൾ സയ്യിദുമാരെ ആദരിക്കാനുള്ള കാരണം. ബഹുമാനപ്പെട്ട റസൂലുള്ള ആദം അലൈഹിസ്സലാം വരെ ബഹുമാനപ്പെട്ട സയ്യിദ്. ഇങ്ങനെ പോയാൽ 40 അല്ലെങ്കിൽ 41 ആയിട്ട് ഈ കാലഘട്ടത്തിലുള്ളവർ മുഹമ്മദ് മുസ്തഫ. ഇതേ പ്രത്യേകത തന്നെ റസൂലുള്ളാഹിയുടെ പത്നിമാർക്കുണ്ടായിരുന്നു. അതിൽ അശുദ്ധത ബാധിക്കുന്നവരില്ല, അതിൽ മോശമായ പെരുമാറ്റമുള്ളവരോ മോശമായ കുടുംബത്തിൽ നിന്ന് വന്നവരോ ഇല്ല. മഹദിയായ ഖദീജ ബീവിയുടെ പിതാവിനെ കുറിച്ചുള്ള ചെറിയ സംഭവം ചിലയിടങ്ങളിൽ രേഖപ്പെട്ടത് കാണാം. മക്കയിൽ ഒരു രാജാവ് വന്നു. ആ രാജാവ് മക്ക മുഴുവൻ കീഴടക്കിയിട്ട് കഅബ ഷരീഫ് തന്റെ അധീനതയിലാക്കുവാനുള്ള ശ്രമത്തിലായിരുന്നു. തടയാൻ കഴിയുന്നവരാരുമില്ല. ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പാണ്. അങ്ങനെ ഈ രാജാവ് തന്റെ പരിവാരങ്ങളുമായി കഅബ കീഴടക്കിയതിന്റെ ഭരണം തന്റെ കീഴിൽ സ്ഥാപിക്കാൻ ഒരുങ്ങുമ്പോ തടയാൻ കഴിയുന്ന ശക്തരായ ചെറുപ്പക്കാരില്ലാത്തത് കാരണം രാജാവ് അധികാരം ഏൽക്കുമെന്ന കാര്യം ഉറപ്പായി. ആ സമയത്ത് ഒരിക്കൽ ആ രാജാവ് ഒരു സ്വപ്നം കാണുകയാണ്. നല്ല വെളുത്തു തുടുത്ത് സുന്ദരനായ ഒരു ചെറുപ്പക്കാരൻ ഒരു കുതിരയുടെ പുറത്തതാ തന്നെ നേരിടാൻ വേണ്ടി വരുന്നു. തന്റെ മുമ്പിൽ വന്ന് സംസാരിക്കുന്നു, രാജാവേ നിങ്ങൾ തിരിച്ചു പോകണം, കഅബയെ നിങ്ങൾ തുടരുത്, നിങ്ങൾ ഈ നാടിനെ നിങ്ങൾ പ്രയാസപ്പെടുത്തരുത്, അല്ലെങ്കിൽ അള്ളാഹു നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞ് പരുഷമായി ഗൗരവത്തോടെ ഒരു ചെറുപ്പക്കാരൻ തന്നോട് സംസാരിക്കുകയാണ്. അങ്ങനെ രാജാവ് പിറ്റേ ദിവസം മക്കയിലുള്ള ചെറുപ്പക്കാരെ കുറിച്ച് അന്വേഷിച്ചു. അവരെ കാണണമെന്ന് പറഞ്ഞു. ഓരോരുത്തരെയും കണ്ടു. ആരെയാണ് താൻ സ്വപ്നത്തിൽ കണ്ടത്? അവസാനം രാജാവിന് മനസ്സിലായത് അത് ഖുവൈലിദ് ഇബ്നു അസദ് എന്ന് പറയുന്ന ഈ ചെറുപ്പക്കാരനായിരുന്നു. അതെ, അവരുടെ മനസ്സിൽ, ഖുവൈലിദിന്റെ മനസ്സിൽ എങ്ങനെയെങ്കിലും രാജാവിന് ഈ നാട്ടിൽ നിന്ന് തുരത്തണം എന്ന ഒരു മോഹവും ഉണ്ടായിരുന്നു. അങ്ങനെ രാജാവ് പോവുകയും പിന്നീട് ജനങ്ങൾക്കിടയിൽ ആദരണീയനായ ഒരു വ്യക്തിയായി നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മയുടെ പിതാവ് മാറുകയും ചെയ്തു എന്നാണ് ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ചെറുപ്പത്തിൽ അവർ വളരുമ്പോൾ തന്നെ നല്ല ബുദ്ധിമതിയായിരുന്നു മഹദി അവറുകൾ, അല്ലേ? നല്ല ഓർമ്മശക്തി, നല്ല ബുദ്ധി. കല്യാണമൊക്കെ കഴിക്കുമ്പോൾ നമ്മുടെ കുട്ടികളൊക്കെ ഇന്റർവ്യൂ നടത്തുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ. നല്ല ബുദ്ധിമതി, ബുദ്ധിമതി എന്നാ പറയാറുള്ളത്. ആവശ്യത്തിനുള്ള ബുദ്ധി അവർക്കുള്ളവരെ കുറിച്ചാണ് നമ്മൾ ബുദ്ധിമതി എന്ന് പറയാറുള്ളത്, അല്ലേ? അല്ലെങ്കിൽ കുടുങ്ങിപ്പോവും. ഇന്റർവ്യൂ നടത്തിയിട്ടത് ബോധ്യപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ കുടുങ്ങിപ്പോവും. പഴയ കാലത്തൊക്കെ, ഇവിടുത്തെ ആളുകൾ എങ്ങനെയാണെന്നറിയില്ല, പെണ്ണ് കാണാൻ വേണ്ടി പോയിട്ടുണ്ടെങ്കിൽ ചെറുപ്പക്കാരെങ്ങനെ മുമ്പിൽ ഇങ്ങനെ നിൽക്കും, പെൺകുട്ടി അപ്പുറത്തുണ്ടാവും, ഒന്നും മിണ്ടൂല. അവസാനം ഒരു ചോദ്യമാണ്, എനിക്ക് നിന്നെ ഇഷ്ടമായി, നിനക്ക് എന്നെ ഇഷ്ടമായോ? അപ്പോഴൊന്നും മിണ്ടൂല. അപ്പം അങ്ങനെ ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം എത്ര കാലിൻ്റെ തള്ളവിരൽ കൊണ്ട് ചെറിയ ഒരു വരങ്ങനെ വരക്കുന്നുണ്ടാവുന്നതാണ് പെൺകുട്ടികൾ. ഇഷ്ടമായിട്ടുണ്ട്, എന്നെ കെട്ടുകയാണെങ്കിൽ ഈ വരക്കുന്ന വരയിൽ നിന്നെ ഞാൻ നിർത്തും എന്നാണ് അത്ര അതിൻ്റെ അർത്ഥം. അങ്ങനെ നിർത്തപ്പെട്ട ആളുകൾ ആരെങ്കിലും ഇവിടെ ഉണ്ടോ? അല്ലാഹു അലം. പടച്ചോ നമ്മളെയൊക്കെ സലാമത്താക്കുമാറാവട്ടെ. ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ നല്ല ബുദ്ധി കൂർമ്മതയുള്ളവരായിരുന്നു എന്നാണ് അവിടുത്തെ താരീഖിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. തന്നെയുമല്ല നല്ല പതിവ്രത. അങ്ങനെയുള്ള സ്ത്രീകളെ കുറിച്ച് നമുക്ക് അന്വേഷിച്ചാൽ തന്നെ മനസ്സിലാവും. നമ്മൾ ചില പെൺകുട്ടികളെ പറ്റി പറയല്ലോ, നല്ല അടക്കമുള്ള കുട്ടിയാണ്, നല്ല ഒതുക്കമുള്ള കുട്ടിയാണെന്ന് പറയും. എല്ലാവരെ പറ്റി അങ്ങനെ പറയില്ല. അവരുടെ സംസാരത്തിൽ ആ പക്വത ഉണ്ടാകും. അന്യപുരുഷന്മാരുമായിട്ടുള്ള ഇടപഴകലുകളിൽ അവരുടെ ആ പ്രവർത്തനങ്ങളിൽ ആ വ്യത്യാസമുണ്ടാകും. പ്രത്യേകിച്ച് ഇന്നത്തെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരികളായ സഹോദരിമാരാ വിഷയം ഗൗരവത്തോടെ പഠിക്കേണ്ട ഒരു കാര്യമാണ്. തോന്നുന്നത് പോലെ സംസാരിക്കാൻ അല്ലാഹു നിങ്ങൾക്ക് അനുവാദം നൽകുന്നില്ല, ഇടപെടാൻ അല്ലാഹു നിങ്ങൾക്ക് അനുവാദം നൽകുന്നില്ല.
നിങ്ങളുടെ മഹത്വം എന്ന് പറയുന്നത് ഈ ഇഫ്ഫത്തിലാണ്, ഈ പാതിവൃത്തത്തിലാണ്, നിങ്ങളുടെ അടക്കത്തിലും ഒതുക്കത്തിലുമാണ്. അല്ലാഹു തആല ഖദീജ ബീവിയുടെ വളരെ ചെറുപ്പത്തിൽ തന്നെ ഈ അടക്കവും ഒതുക്കവും അല്ലാഹു തആല നൽകിയിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. അങ്ങനെ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു തആല അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിലേക്ക് ഖദീജ റളിയല്ലാഹു തആല അൻഹ വരുന്നതിൻ്റെ മുമ്പ് ഒരുപാട് പ്രതിസന്ധികൾ അവിടുത്തെ ജീവിതത്തിൽ അവർ അനുഭവിച്ചിട്ടുണ്ട്. ചിന്തിക്കണം, പ്രതിസന്ധി അനുഭവിക്കുക എന്നുള്ളത് അല്ലാഹു തആല ഇഷ്ടപ്പെടുന്ന ആളുകളുടെ അടയാളങ്ങളിൽ ഒന്നാണ്. അല്ലാഹു നമ്മളെ ഇഷ്ടപ്പെടുന്നുള്ളതിൻ്റെ തെളിവ് ദുനിയാവിൽ കുറെ നിഅമത്ത് നൽകി എന്നുള്ളത് ആയിക്കൊള്ളണമെന്നില്ല. നിഅമത്ത് നൽകണം എന്നുണ്ടെങ്കിൽ അള്ളാഹുവിൽ വിശ്വസിക്കണം എന്നില്ല. അമേരിക്കൻ്റെ പ്രസിഡന്റ് ആവുമ്പോൾ മുഅ്മിനാവണമെന്നുണ്ടോ? ഇനി ബാക്കിയുള്ളതിൻ്റെയൊക്കെ പ്രസിഡന്റ് എന്നുള്ളത് നിങ്ങൾ ആലോചിച്ചാൽ മതി. അതിന് മുഅ്മിനാവണമെന്നില്ല. അല്ലാഹു തആല സമ്പന്നനാക്കണമെങ്കിലും അതില്ല. അതൊക്കെ അല്ലാഹു തആല റഹ്മാനാണല്ലോ. അല്ലാഹു തആല അത് ഇഷ്ടമുള്ളവർക്ക് കൊടുക്കും. അല്ലാഹു നമുക്കൊക്കെ ദുനിയാവിൽ നല്ലത് തരുമാറാവട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന. ആമീൻ യാ റബ്ബൽ ആലമീൻ. പക്ഷേ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്, റഹ്മാനായ നാഥൻ പരീക്ഷണങ്ങൾ നൽകുക എന്നത് അത് അല്ലാഹുവിലേക്ക് അടുത്തവർക്ക് പടച്ചോൻ കൊടുക്കുന്ന ഓരോ സംഗതികളാണ് അല്ലേ. ഇന്നെന്തിനാ അങ്ങനെ പരീക്ഷിക്കണമെന്ന് ആ മുഅ്മിൻ ചോദിക്കൂല. അശദ്ദുൽ ബലാഇ അശദ്ദുന്നാസി ബലാഅൻ അൽ അംബിയാ. ജനങ്ങൾക്കിടയിൽ അല്ലാഹു ഏറ്റവും പരീക്ഷിക്കുന്നത് പ്രവാചകന്മാരെയാണ്. ആ പ്രവാചകന്മാരിൽ നിന്ന് മുഹമ്മദ് നബിയെയാണ്. നമ്മൾ നബിയെക്കുറിച്ച് സംസാരിക്കുമ്പോ, അവിടുത്തെ മുഅ്ജിസത്തുകളെ കുറിച്ച് സംസാരിക്കുമ്പോ, അവിടുത്തെ അത്ഭുതങ്ങളെ കുറിച്ച് സംസാരിക്കുമ്പോ, ലോകത്തിന് അനുഗ്രഹമായി നൽകിയ പരിശുദ്ധ നബിയെക്കുറിച്ച് നമ്മൾ പറയുമ്പോ നമ്മൾ ഓർക്കേണ്ട ഒരുപാട് കാര്യങ്ങളിൽ ഒന്നാണ് ജീവിതത്തിന്റെ വൈഷമ്യങ്ങളെ, ജീവിതത്തിന്റെ പ്രതിസന്ധികളെ നേരിട്ടുകൊണ്ട് അല്ലാഹുവിൽ അഭയം പ്രാപിച്ച മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നബിയുടെ പത്നിയാവാൻ ഒരുപാട് പരീക്ഷണങ്ങളെ അതിജീവിച്ചിട്ടാണ് ഖദീജ ബീവി റളിയല്ലാഹു അൻഹയെ അല്ലാഹു തആല തയ്യാറാക്കിയിട്ടുള്ളത്. അതും ഏത് ജാതി പരീക്ഷണം? ഖദീജ ബീവി റളിയല്ലാഹു അൻഹ 2 കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നു തൻ്റെ ജീവിതത്തിൽ. 2 ആളുകൾ ഖദീജ ബീവിയെ കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നു. ആ 2 ആളുകളിൽ ഒന്നാമത്തെയാൾ അതീഖ് ഇബ്നു ആയിദ് ഇബ്നു അബ്ദില്ലാഹിൽ മഖ്സൂമി എന്നയാളായിരുന്നു. കുറഞ്ഞ കാലം ബഹുമാനപ്പെട്ടവർ ഖദീജ റളിയല്ലാഹു തആല അൻഹയോടുകൂടെ കഴിഞ്ഞു. അങ്ങനെ കുറച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം മരണപ്പെട്ടു. അവിടുത്തെ ജീവിതം ദുഃഖഭരിതമായി. കുറച്ചു കാലം കഴിഞ്ഞപ്പോഴാണ് അബൂ ഹാലത്തു തമീമി എന്ന് പറയുന്ന മറ്റൊരു ചെറുപ്പക്കാരൻ ഖദീജ റളിയല്ലാഹു അൻഹയെ കല്യാണം കഴിക്കുന്നത്. കാലം കടന്നുപോയി. സന്തോഷത്തോടെ ഈ ദാമ്പത്യം മുന്നോട്ട് പോകുമ്പോഴാണ് അവിടുത്തെ ജീവിതത്തിൽ 2ാമത്തെ പരീക്ഷണമായി 2ാമത്തെ ഭർത്താവും ലോകത്തോട് വിട പറയുന്നത്. സുന്ദരിയായ, സുമുഖിയായ, അടക്കവും ഒതുക്കവുമുള്ള, എല്ലാ നിലക്കും പ്രശസ്തിയുള്ള, പണമുള്ള ഖദീജ ബീവിക്ക് അല്ലാഹു തആല നൽകുന്ന ഈ പരീക്ഷണത്തിന് സമാനമായി പല പരീക്ഷണങ്ങളും അനുഭവിക്കുന്നവർ എൻ്റെ ഉമ്മമാർക്കിടയിലുണ്ടാകും. വലിയ ഒരു പരീക്ഷണമാണ് ഭർത്താവ് മരിക്കുക എന്നത്. അതും യതീമുകളായ മക്കളെ ഈ ലോകത്ത് ഉപേക്ഷിച്ചുകൊണ്ട്. അല്ലാഹു അങ്ങനെയുള്ള ഉമ്മമാരിവിടെ ഉണ്ടെങ്കിൽ അല്ലാഹു അതിന്റെ പ്രതിഫലം കൊണ്ടവർക്ക് സ്വർഗം നൽകുമാറാകട്ടെ. നിങ്ങൾ ആമീൻ പറയൂ. അല്ലാഹു സ്വർഗം നൽകുമാറാകട്ടെ. എനിക്ക് പരിചയമുള്ള എത്രയോ ഉമ്മമാരുണ്ട്. ആ ഉമ്മമാർ അവർ പാടത്ത് പറമ്പിലും പണിക്ക് പോയിരുന്ന എന്റെ നാട്ടിലുള്ള സാധാരണക്കാരികളായ ഉമ്മമാരെ കുറിച്ച് അവരെന്തിനാണ് പാടത്ത് പണിക്ക് പോകുന്നത് എന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ എന്നെ ചെറുപ്പത്തിൽ ഇങ്ങനെ ആലോചിക്കുമായിരുന്നു. എന്റെ ഉമ്മ പണിക്ക് പോകുന്നില്ല, എന്റെ വാപ്പയുള്ളത് കൊണ്ട്. പക്ഷേ എനിക്കറിയുമായിരുന്നില്ല ഈ പാവങ്ങൾ പണിക്ക് പോകുന്നത് അവരുടെ ഭർത്താവ് മരിച്ചത് കൊണ്ടാണ്, അവർ വിധവയായതുകൊണ്ടാണ്, അവർ കഴിവില്ലാത്തത് കൊണ്ടാണ് എന്ന്. എന്റെ പ്രിയപ്പെട്ടവരെ,
യതീമുകളായ മക്കളെ പോറ്റാൻ വേണ്ടിയിട്ട് ഭർത്താവ് മരിച്ചുപോയ ഒരു സ്ത്രീ രണ്ടാമത് കല്യാണം കഴിക്കാതെ ആ മക്കളെ പോറ്റാൻ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീനിൽ അടിയുറച്ചു നിന്നുകൊണ്ട് തന്റെ ജീവിതം കഴിച്ചു കൂട്ടിയിട്ടുണ്ടെങ്കിൽ ഞാനും അങ്ങനെയുള്ള പെണ്ണും സ്വർഗത്തിൽ ഇങ്ങനെയാണെന്ന് ആദരവായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയുള്ള ഉമ്മമാരുണ്ടെങ്കിൽ അവർ സമാധാനിച്ചോളൂ. നിങ്ങളുടെ പ്രിയപ്പെട്ട ഭർത്താവ് മരിച്ചു പോയപ്പോൾ മൂത്ത മകന് 4 വയസ്സാ പ്രായം, രണ്ടാമത്തെ മകന് 2 വയസ്സാ പ്രായം, പ്രിയപ്പെട്ട മൂന്നാമത്തെ കുഞ്ഞിന് ഏതാനും മാസങ്ങളേ ഉള്ളൂ. അനുഭവങ്ങളുണ്ടല്ലോ. കൊടിഞ്ഞിപ്പള്ളിക്ക് സമീപത്തുള്ള ഫാറൂഖ് നഗറിലെ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരൻ ഫൈസലിനെ പോലെ 3 മക്കളെ യതീമുകളായി ജീവിതത്തിൽ നിന്ന് വിട പറഞ്ഞു പോയില്ലേ എന്നതുപോലെ പ്രയാസപ്പെട്ടുകൊണ്ട് ജീവിതത്തിൽ നിന്ന് വിട പറയുമ്പോ ആ പ്രിയപ്പെട്ട ഭാര്യ ഒരിക്കലും പതറാതെ ഇടറാതെ ആ പരീക്ഷണത്തെ അതിജീവിക്കാൻ യതീമായ ഈ കുഞ്ഞുങ്ങളെ വളർത്താൻ വേണ്ടിയിട്ട് തന്റെ സർവസ്വവും മറന്നുകൊണ്ട് ജീവിക്കാൻ വേണ്ടി ശ്രമിച്ചാൽ സ്വർഗത്തിൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പമുള്ള പദവിയുണ്ട്. അള്ളാഹു നമ്മുടെ ഇടയിലൊക്കെ അങ്ങനത്തെ ഉമ്മമാരുണ്ടെങ്കിൽ അവർക്കത് നൽകുമാറാകട്ടെ. ഇവിടെ ഇരിക്കുന്നവരിൽ അങ്ങനത്തെ ഉമ്മമാരുടെ മക്കളുണ്ടെങ്കിൽ ആ ഉമ്മമാർക്കൊക്കെ അള്ളാഹു തആല പുറത്തു കൊടുക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഖദീജ ബീബി പിന്നെ ഒരു കല്യാണം അന്വേഷിച്ചില്ല. കല്യാണം അന്വേഷിക്കാതിരിക്കാനുള്ള കാരണം ഇങ്ങനെ ഭർത്താവ് ഇങ്ങനെ മരിച്ചു പോവാണ്. അങ്ങനെ ഉണ്ടാവുമല്ലോ, ഭർത്താവ് വാഴാത്തവർ. അതുകൊണ്ട് മറ്റൊരു കല്യാണം കഴിക്കാൻ ഖദീജ ബീവിക്ക് താല്പര്യം ഉണ്ടായില്ല. അങ്ങനെ കടന്നു പോകുന്നതിനിടയിലാണ് മക്കയിൽ ഇങ്ങനെ ഇടക്കിടക്ക് ഓരോരുത്തർ ഓരോ വാർത്ത പറയാറുണ്ട്. ഒരിക്കൽ ഖദീജ ബീവി ഒരു സ്വപ്നം കണ്ടു. ഒരു രാത്രിയിൽ സൂര്യൻ ഉദയം കൊള്ളുകയാണ്. ആ സൂര്യൻ തന്റെ വീട്ടിലേക്ക് വരുന്നു. തന്റെ വീട്ടിൽ ആ സൂര്യൻ പ്രകാശിക്കുകയാണ്. മക്കയിലെ മറ്റൊരു വീട്ടിലും ആ സൂര്യന്റെ പ്രകാശമില്ല. ആ സൂര്യൻ ആരായിരിക്കും? എന്താണ് ഇതിന്റെ വ്യാഖ്യാനം? ചോദിച്ചവർ പറഞ്ഞു അത് പാഴ് സ്വപ്നമാണ്. പക്ഷേ പുണ്യവതിക്കറിയാമായിരുന്നു അത് പാഴ് സ്വപ്നമല്ല. അന്ത തത്ലഉ ബൈനനാ ഫിൽ കവാകിബി കൽ ബുദൂർ ബൽ വ അശ്റഫു മിൻഹു യാ സയ്യിദി ഖൈറൻ നബി അസ്സലാത്തു അലൻ നബി അശ്ശഫീഇൽ അബ്തഹി വൽ ഹബീബിൽ അറബി. അങ്ങനെ ഇടക്കിടക്ക് മക്കയിൽ ഒരു നബി വരാനുണ്ട് എന്ന വിവരം പലരും ഇങ്ങനെ പറയുന്നു, പലരും ഇങ്ങനെ പങ്കുവെക്കുന്നു. ഖദീജയുടെ മനസ്സിൽ അറിയാതെ എവിടെ നിന്നോ ഈ ഒരു ഓർമ്മ, ഈ ഒരു ചിന്ത. അങ്ങനെ ഒരു പ്രവാചകൻ വരികയാണെങ്കിൽ ആ പ്രവാചകന്റെ പത്നീപദം അലങ്കരിക്കാൻ എനിക്ക് സാധ്യമാകുമോ? നല്ലവരൊക്കെ അങ്ങനെ ആഗ്രഹിക്കുക അല്ലേ? നല്ലവരങ്ങനെ ആഗ്രഹിക്കുക. അള്ളാഹു അങ്ങനെയുള്ള കുടുംബജീവിതം നമുക്കൊക്കെ നൽകുമാറാകട്ടെ. ഒരു സിനിമാ നടനെ കിട്ടിയിരുന്നെങ്കിൽ, ഒരു സീരിയൽ നടനെ കിട്ടിയിരുന്നെങ്കിൽ ആകെ കുഴപ്പമാവട്ടെ. അങ്ങനെയൊന്നും ആഗ്രഹിക്കാൻ നിൽക്കണ്ടേ വെറുതെ. ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസ് സന്ദർഭോചിതമായി ഞാൻ പറയുകയാണ്. മൻ തസവ്വജ ഇംറഅതൻ ലിഇസ്സിഹാ, ഒരു പെണ്ണിന്റെ പ്രശസ്തി കാരണത്താൽ, അവളുടെ പ്രതാപം കാരണത്താൽ ഒരു പെണ്ണിനെ ഒരാൾ കല്യാണം കഴിച്ചാൽ ലം യസ്ദിദുഹുല്ലാഹു ഇല്ലാ ദുല്ലാ, നിന്ദയല്ലാതെ മറ്റൊന്നും അല്ലാഹു തആല വർദ്ധിപ്പിക്കുകയില്ല. അത് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ തന്നെയാണ്. അവള് കലോത്സവത്തിൽ കുച്ചുപ്പിടിയിൽ 1-ാം സ്ഥാനം നേടിയ ആളാണ്. അങ്ങനെ മനസ്സിലായില്ലേ? ഒന്ന് പറയാം, അങ്ങനെ മനസ്സിലായില്ലേ? എന്താണ് കുച്ചുപ്പിടി? അപ്പൊ അതിൽ 1-ാം സ്ഥാനം നേടിയ ആളാണ്. അതുകൊണ്ട് തൽക്കാലം അവളായിക്കോട്ടെ കല്യാണം കഴിക്കുന്നത്. സുബ്ഹാനല്ലാഹ്. അതല്ലെങ്കിൽ അവൾ ഭരതനാട്യത്തിൽ 1-ാം സ്ഥാനം നേടിയ ആളാണ്. അങ്ങനെ കണ്ടല്ലോ കൗമ്. അല്ലാഹു തആല നിന്ദയല്ലാതെ വർദ്ധിപ്പിക്കുകയില്ല എന്ന് മുഹമ്മദ് മുസ്തഫ. ഞാൻ അങ്ങനെ എവിടെയെങ്കിലും വല്ല നിന്ദയോ
അല്ലെങ്കിൽ അങ്ങനത്തെ വല്ല ഗുലുമാൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്നും ആർക്കും വിഷയമല്ല കേട്ടോ. നരേന്ദ്രമോദിക്കൊന്നും അത് തീരെ വിഷയമല്ല. മൂപ്പർക്ക് മുസ്ലിം സ്ത്രീകളുടെ ആരുടെയെങ്കിലും കണ്ണിൽ നിന്നൊരിറ്റ് കണ്ണീരൊഴുകുന്നുണ്ടോ എന്നുള്ളത് മാത്രമേ മൂപ്പര് അന്വേഷിക്കുള്ളൂ. ഇനി പ്രശസ്തരായാലും വേണ്ടില്ല, അപ്രശസ്തരായാലും വേണ്ടില്ല, അങ്ങനെ എന്തെങ്കിലും ഒന്നും ഉണ്ടെങ്കിൽ അതൊന്നും അങ്ങനെയുള്ളവർക്കോ ഇത്തരം കാര്യങ്ങൾ പറയുന്നവർക്കൊന്നും അത് കണ്ണു കാണൂല. അപ്പൊ ആ പണിക്ക് നമ്മൾ നിൽക്കരുത്. പരിശുദ്ധ റസൂല് പറയാണ്, ഒരാൾ ഒരു പെണ്ണിനെ കല്യാണം കഴിക്കുന്നത് ലിമാലിഹാ, പണം മാത്രം കാക്ഷിച്ചിട്ടാണെങ്കിൽ, അവളെ കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ അല്ലേ, സ്വർണത്തിന് പുറമെ നല്ല ഒരു കാറും കിട്ടും. അത് കാരണം അവൾക്കുള്ള ആ മുടന്തോ അല്ലെങ്കിൽ അവൾക്കുള്ള എന്തെങ്കിലും വൈകല്യമോ മാറ്റി വെച്ചിട്ട് കല്യാണം കഴിച്ചൊരു ചെറുപ്പക്കാരനക്കറിയാം. അങ്ങനെ മുന്നോട്ട് പോവാൻ ഇവള് സംഭവം, അവൾക്ക് എന്ത് വൈകല്യം ഉണ്ടെങ്കിലും ഇവളുടെ ഒരു സ്റ്റാൻഡേർഡ് ഉണ്ടാവുമല്ലോ അല്ലേ. അവള് വലിയ സ്റ്റാൻഡേർഡിൽ ജീവിച്ച ഒരു കുട്ടിയാണ്. ഇവൻ നല്ലൊരു ചെറുപ്പക്കാരൻ, ഇവളെ കല്യാണം കഴിക്കാൻ തയ്യാറായി. ഈ പണം മോഹിച്ചിട്ട് ഇവന്റെ വീട്ടിൽ വന്നിട്ടുള്ള ഈ ഉണക്കൽ മീന്, അതുപോലെ ഞാൻ നിസ്സാരമാക്കി പറയല്ല, ഇവളെ സംബന്ധിച്ചിടത്തോളം ഈ ഉണക്കൽ മീനും അതേപോലെ ഉള്ളിച്ചമ്മന്തിയൊക്കെ ഇവൾക്കുണ്ടോ പിടിക്കുന്നു, പ്രശ്നമായി. അവസാനം ഇവൻ അതുവരെ താമസിച്ചിരുന്ന വീടും പറമ്പും വിറ്റിട്ടാണ് അവസാനം ഈ വിവാഹമോചനം നടന്നത്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. ദാരിദ്ര്യമല്ലാതെ അള്ളാഹു തആല വർദ്ധിപ്പിക്കുകയില്ല. അതുപോലെ തന്നെ കുലമഹിമയെ മാത്രം കാക്ഷിച്ചിട്ടാണ് ഒരാൾ ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചത് എങ്കിൽ അല്ലാഹു തആല താഴ്ചയല്ലാതെ മറ്റൊന്നും അവർക്ക് നൽകില്ല. എന്നാൽ അവർ കല്യാണം കഴിക്കുന്നത് അല്ലാഹു നൽകിയ അനുഗ്രഹങ്ങളെ കാക്ഷിച്ച് ഹറാമിൽ നിന്ന് കണ്ണുകളെ ചിമ്മാനും ഗുഹ്യസ്ഥാനത്തെ നിഷിദ്ധമായ കാര്യങ്ങളിൽ നിന്ന് അകറ്റാനുമാണെങ്കിൽ ബാറക്കല്ലാഹു ലഹു വബാറക ലഹാ ഫീ, അല്ലാഹു ആ ചെറുപ്പക്കാരനില് ആ പെൺകുട്ടിക്ക് അനുഗ്രഹം, ആ പെൺകുട്ടി കാരണത്താൽ ഈ ചെറുപ്പക്കാരൻ അല്ലാഹു അനുഗ്രഹം ചൊരിയുകയും ചെയ്യുമെന്ന് ആദരവായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഖദീജ ബീവി അതാണ് ആഗ്രഹിക്കുന്നത്. പടച്ചോനെ, എനിക്ക് ആ മനുഷ്യന്റെ ഭാര്യയാവാൻ കഴിഞ്ഞിരുന്നെങ്കിൽ. ഒരിക്കൽ ഖുറൈശി പ്രമുഖരായ വനിതകളോടുകൂടെ കഅബ ഷരീഫിന്റെ അടുക്കലേക്ക് ഇങ്ങനെ തവാഫ് ചെയ്യാൻ വേണ്ടി പോവാണ്. ആ സമയത്ത് ഒരു പുരോഹിതൻ അവിടെ നിൽക്കുന്നുണ്ട്, ഒരു ജൂത പുരോഹിതൻ. അയാൾ ഇങ്ങനെ ഉറക്കെ വിളിച്ചു പറയുകയാണ്, അല്ലയോ ഖുറൈശി പെണ്ണുങ്ങളെ, പ്രവാചകന്റെ ആഗമനം വരാനായിരിക്കുന്നു, പ്രവാചകൻ വരാനെടുത്തിരിക്കുന്നു. നിങ്ങൾക്കാർക്കെങ്കിലും ആ നബിയുടെ ഭാര്യയാകാൻ കഴിയുമെങ്കിൽ ആ നബിയുടെ ഭാര്യയാകാൻ നിങ്ങൾ പരിശ്രമിച്ചോളൂ. ഖുറൈശി പെണ്ണുങ്ങൾ അവർ കല്ലെടുത്തു ഈ പുരോഹിതനെ എറിയുമ്പോ ഖദീജ പറഞ്ഞു, നിങ്ങൾ എറിയല്ലേ, തടഞ്ഞു അവരെ. ചരിത്രത്തിൽ കാണാം, ആ മനുഷ്യൻ പറയുന്നത് ശരിയാണെങ്കിലോ ഖദീജ അപ്പോഴും ചിന്തിക്കുന്നത്, അല്ലാഹുവേ, അങ്ങനെ ഒരു നബി വരികയാണെങ്കിൽ ആ നബിയെ സഹായിക്കാൻ, റസൂലായ നബിയുടെ കൂടെ നിൽക്കാൻ, പത്നീപദം അലങ്കരിക്കാൻ എനിക്ക് സൗഭാഗ്യമുണ്ടാകുമോ അല്ലേ. അപ്പൊ റസൂലുള്ളാഹിനെ അറിയുന്നതിന്റെ മുമ്പ് തന്നെ മുഹമ്മദുർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിച്ച ആളാണ്. തരുണി മണി ബീവി ഖദീജ മാളിക മുകളിൽ കയറിയിരുന്നേ, തിരുത്വാഹ നബിയുടെ വരവിനെ കാണാൻ തുനിയുന്നേ. അരുമപ്പൂ ത്വാഹ നബിയുടെ വരവത് കണ്ട് ആശ പൂണ്ട്, അത്ഭുതമാം കൽബതിനുള്ളിലൊതുക്കി വെക്കുന്നേ. കാലം മുന്നോട്ട് പോവുകയാണ്. ഖദീജ ബീവി നല്ല ഒരു ബിസിനസ് നടത്തുന്ന ഒരു സ്ത്രീയായിരുന്നു, ഒരു വർത്തക പ്രമുഖ. അവനിപ്പോൾ പെണ്ണിന് ബിസിനസ് നടത്താൻ പറ്റുമോ, സ്ത്രീക്ക് വിദ്യാഭ്യാസം നേടാൻ പറ്റുമോ, ജോലിക്ക് പോകാൻ പറ്റുമോ, ഇതൊക്കെ വലിയ വിഷയങ്ങളാണ്. ഇതിൻ്റെ നിയമം അനുസരിച്ച്, പരിധികൾ അനുസരിച്ച് അല്ലേ, ആ രീതിയിലൊക്കെ ഈ കാര്യങ്ങൾ ചെയ്യുന്നതിന് എന്ത് തടസ്സമുള്ളത്? വിദ്യാഭ്യാസം നേടുന്നതിന് തടസ്സമുണ്ടോ? ആരാ പറഞ്ഞ്? നമ്മളാരെങ്കിലും പറയുന്നുണ്ടോ? ഇന്ന് വിദ്യാഭ്യാസത്തെ
കേരളത്തിൽ ഏറ്റവും കൂടുതൽ. പക്ഷെ അതിനൊരു കുഴപ്പമുണ്ടെന്ന് മാത്രം, അതിൻ്റെ കൂടെ മതം കൂടെ, ആ ബോധം കൂടെ വേണം. ദീന് പറയുന്നുള്ളൂ. ഭൗതിക വിദ്യാഭ്യാസം നേടുന്നതിനോ SLC പാസ്സാകുന്നതിനോ +2 പാസ്സാകുന്നതിനോ ഡിഗ്രി നേടുന്നതിനോ ഡോക്ടറാകുന്നതിനും തടസ്സമല്ല. പക്ഷെ അതിൻ്റെ കൂട്ടത്തിൽ ആ തലേന്ന് മറച്ചാൽ അൽഹംദുലില്ലാഹ് CH മുഹമ്മദ് കോയ പറഞ്ഞല്ലോ. CH മുഹമ്മദ് കോയ ഫാറൂഖ് കോളേജിൽ പോയിട്ട് നമ്മളൊരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ടോ, ഞങ്ങൾക്ക് വേണ്ടി പറയാം. ഫാറൂഖ് കോളേജിൽ ചെന്നിട്ട് മഹാനായ മർഹൂം CH മുഹമ്മദ് കോയ സാഹിബ് അവിടെ നിന്ന് പ്രസംഗിച്ചൊരു പ്രസംഗമുണ്ട്. അദ്ദേഹം പറഞ്ഞു അത്രേ, ഈ നിങ്ങളൊക്കെ വിദ്യാഭ്യാസം നേടിയിട്ട് അവസാനം നിങ്ങളുടെ പിതാവിനോ നിങ്ങളുടെ ഭർത്താവിനോ ടെക്സ്റ്റൈൽസുകളിൽ നിന്ന് വസ്ത്രമെടുക്കുമ്പോൾ 1 മീറ്റർ കുറഞ്ഞതാകരുത് നിങ്ങളുടെ വിദ്യാഭ്യാസത്തിൻ്റെ മേന്മ. വിദ്യാഭ്യാസം നേടി പിന്നെ അത്ര മതി, 1 മീറ്റർ കുറയല്ലോ, അതാവരുത് എന്ന്. ആ ദീനീ ബോധം ഉണ്ടെങ്കിൽ എന്താ, വഫിയ കോളേജൊക്കെ ഭാര്യ നടത്തുന്ന വഫിയ അല്ലേ? അതുപോലെ തന്നെ ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയുടെ തൊട്ടപ്പുറത്തുണ്ടല്ലോ മഹദിയായ ഫാത്തിമ സഹ്റ ഇസ്ലാമിക് വനിതാ കോളേജ് ഉണ്ടല്ലോ. അങ്ങനെയുള്ള സംരംഭങ്ങൾ ദീനതിനെതിരൊന്നുമല്ല. ഖദീജ റളിയല്ലാഹു അൻഹ കച്ചവടം ചെയ്യുമായിരുന്നു, നല്ല കച്ചവടം. അതായത് പേർഷ്യയിൽ നിന്ന്, ഷാമിൽ നിന്ന്. ഷാം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ പശ്ചിമേഷ്യ, ഫലസ്തീൻ, ജോർദാൻ, സിറിയ തുടങ്ങിയ ഭാഗങ്ങൾ. അവിടെ നിന്ന് ചരക്കുകൾ കൊണ്ടുവന്ന് മക്കയിൽ വിൽക്കുമായിരുന്നു മഹദിയായ ഖദീജ റളിയല്ലാഹു അൻഹ. ഖദീജ നേരിട്ടല്ല കച്ചവടം ചെയ്യുന്നത്, അത് ആളുകളെ ഏൽപ്പിക്കുകയായിരുന്നു. ആളുകളെ കച്ചവടത്തിന് ഏൽപ്പിക്കും, അതിനുള്ള മുതൽ കൊടുക്കും, സാധനങ്ങൾ കൊടുക്കും, കണക്കുകളൊക്കെ ഖദീജ കൃത്യമായിട്ട് സൂക്ഷിക്കും. നല്ല കണ്ണിങ് ആയിട്ട് ബിസിനസ് നടത്തും. ഓരോ വർഷം ഓരോരുത്തരാണ് കച്ചവടത്തിന് ഇങ്ങനെ പോവാറുള്ളത്. നല്ല വിശ്വസ്തരായ ആളുകളെയാണ് ഖദീജ ബീവി അന്വേഷിക്കുന്നത്. അത് അന്വേഷിക്കും വേണം. നമ്മൾ ഏതൊരു കാര്യത്തിന് വേണ്ടിയിട്ട് അങ്ങനെ മുന്നൊരുക്കം നടത്തുകയാണെങ്കിലും വിശ്വസ്തത എന്നത് നമ്മൾക്കുണ്ടായാൽ മാത്രം പോരാ, നമ്മളൊരു കാര്യം ഏൽപ്പിക്കുന്ന ആൾക്കും അത് അനിവാര്യമാണ്. അതില്ലാത്ത ആളുകളെ നമ്മൾ ദീനിൻ്റെ കാര്യം ഏൽപ്പിക്കാൻ പാടില്ല, ദുന്യാവിൻ്റെ കാര്യം ഏൽപ്പിക്കാൻ പാടില്ല. ദീനിൻ്റെ കാര്യം അങ്ങനെ വിശ്വസ്തതയില്ലാത്ത ആളുകളുടെ അടുക്കലെത്തൽ ഖിയാമത്ത് നാളിന്റെ അടയാളമാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മദ്രസന്റെ കാര്യം, പള്ളിയുടെ കാര്യം, പഞ്ചാബിന് അതുപോലെ തന്നെ നമ്മുടെ വാളിന്റെ കാര്യം വിശ്വസ്തയില്ലാത്തവരെ ഏൽപ്പിക്കാൻ പാടില്ല, ദുന്യാവിന്റെ കാര്യം ഏൽപ്പിക്കാൻ പാടില്ല. അല്ലേ? ഒരാളെ കുറിച്ച് പൂർണ്ണമായും അന്വേഷിച്ച് പഠിച്ച് അവരുടെ സ്വഭാവത്തെ വിലയിരുത്തിയിട്ട് മാത്രമേ നമ്മളൊക്കെ ജീവിതത്തിൽ അത്തരം കാര്യങ്ങൾക്ക് നമ്മൾ മുന്നോട്ട് വരാൻ പറ്റുള്ളൂ. ഖദീജ റളിയല്ലാഹു അൻഹ അത് അന്വേഷിക്കുമായിരുന്നു. അങ്ങനെയാണ് തന്റെ സമ്പത്തുമായി, തന്റെ ചരക്കുകളുമായി ഷാമിലേക്ക് കച്ചവടത്തിന് പോകാൻ മുഹമ്മദുർ റസൂലിനെ അന്വേഷിക്കുന്നത്. നബിയാണെങ്കിലോ അനാഥനാണ്, വാപ്പയില്ല, ഉമ്മയില്ല, തന്റെ കൂടെ കൂടാൻ ഒരു സഹോദരനില്ല, ഒരു സഹോദരിയില്ല, ജീവിതം ഒറ്റക്കാണ്. നബി ആരുടെ സംരക്ഷണത്തിലാണെന്നറിയാമല്ലോ? അബൂ ത്വാലിബിന്റെ സംരക്ഷണത്തിലാണ്. അബൂ ത്വാലിബ് ആണെങ്കിലോ ഒരുപാട് മക്കളുള്ളയാളാണ്. അബൂ ത്വാലിബ് എന്നയാൾ നബിയുടെ പ്രിയപ്പെട്ട പിതാവായ അബ്ദുള്ള എന്നവരുടെ ജ്യേഷ്ഠ സഹോദരൻ, ഒരുപാട് മക്കളുള്ളയാളാണ്. ദാരിദ്ര്യം കൂടെയുണ്ട്. മക്കൾ കൂടിയപ്പോ ദാരിദ്ര്യവും കൂടെയുണ്ട്. ചരിത്രത്തിൽ കാണാം, പിൽക്കാലത്ത് മുഹമ്മദുർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്നൊരു റിലീഫ് പ്രവർത്തനം നടത്തി. എന്താ കാര്യം? ഒരിക്കൽ റസൂലുള്ളാഹിക്ക് ഇങ്ങനെ കല്യാണമൊക്കെ കഴിഞ്ഞ് നല്ല സെറ്റപ്പായപ്പോ, സാമ്പത്തികമായി സൗകര്യം ഉണ്ടായപ്പോ, മഹദിയായ ഖദീജ ബീവിയുടെ സമ്മതത്തോടെ അള്ളാഹുവിന്റെ റസൂൽ ഒരിക്കൽ ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ പോയി. ഹംസ റളിയല്ലാഹു അൻഹു അബൂ ത്വാലിബ് എന്നവരുടെ സഹോദരനാണ്. ഹംസയുടെ അടുക്കൽ പോയിട്ട് പറഞ്ഞു, മൂത്താപ്പാ, നമുക്ക് അബൂ ത്വാലിബിന് ഒരുപാട് കുടുംബങ്ങളുണ്ടല്ലോ, അബൂ ത്വാലിബിനെ നമുക്കൊന്ന് സഹായിച്ചാലോ? ചോദിച്ചു ഹംസ, എന്താണ് മുഹമ്മദേ നീ പറയുന്നത്? അബൂ ത്വാലിബിന്റെ മക്കളിൽ നിന്ന് ഒരാളെ നിങ്ങൾ ഏറ്റെടുക്കണം, മറ്റൊരാളെ ഞാൻ ഏറ്റെടുത്തോളാം. എന്റെ അടുക്കൽ അവന്റെ അടുക്കൽ കഴിയട്ടെ. രണ്ടുപേരും ചെന്നു അബൂ ത്വാലിബിന്റെ അടുക്കൽ ചൊല്ലുകയാണ്. അബൂ ത്വാലിബിനോട് സംസാരിച്ചു, നിങ്ങളുടെ മക്കളിൽ നിന്ന് ഏതെങ്കിലും ഒരാളെ ഞാൻ ഏറ്റെടുക്കാം,
മറ്റൊരാളെ ഹംസയും ഏറ്റെടുക്കുന്നതാണ്. സന്തോഷം രേഖപ്പെടുത്തി ചോദിച്ചു, ആരെയാണ് മുഹമ്മദേ നീ ഏറ്റെടുക്കുന്നത്? മുഹമ്മദ് നബി ഏറ്റെടുത്തത് ആരെയാണെന്നറിയോ? അന മദീനത്തുൽ ഇൽമി വ അലിയുൻ ബാബുഹാ, ഞാൻ വിജ്ഞാനത്തിന്റെ പട്ടണമാണെങ്കിൽ അതിലേക്കുള്ള കവാടമാണ് അലി എന്ന് പറഞ്ഞ ബില്ലാളി വീരനായ വിജിഗീഷുവായ ബഹുമാനപ്പെട്ട അലിയുൽ മുർത്തള റളിയല്ലാഹു അൻഹുവിനെയാണ്. ഹംസ റളിയല്ലാഹു അൻഹു ഏറ്റെടുത്തതോ അലി എന്നവരുടെ സഹോദരൻ ജഅഫർ ബിൻ അബീ ത്വാലിബിനെയാണ് റളിയല്ലാഹു അൻഹു. അള്ളാഹു അവരുടെയൊക്കെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ ദുനിയാവും ആഖിറൊക്കെ അള്ളാഹു തആല എളുപ്പമാക്കി തരുമാറാവട്ടെ. നമ്മൾ പ്രസംഗം തുടങ്ങിയിട്ട് എത്ര നേരമായി നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ? ഒന്ന് കൈകൊണ്ട് കാണിച്ചാൽ മതി. മുക്കാല് കാണിക്കാൻ കഴിയില്ലല്ലേ? ഇങ്ങനെ കാണിച്ച 1 മണിക്കൂറിൻ്റെ അടുത്തായി നിന്ന് 1 മണിക്കൂർ ഇങ്ങനെ ആകുന്നു അല്ലേ? മുക്കാലിനെ തുടങ്ങി അല്ലേ? 45 തുടങ്ങി, 45 മുക്കാലെന്ന് നമ്മളോട് പറയലുണ്ട്. മാഷാ അല്ലാഹ്, മുക്കാലിനാണ് തുടങ്ങിയത്. അപ്പോ 1 മണിക്കൂറിന്റെ അടുത്തായതുകൊണ്ട് നിങ്ങളൊക്കെ ഒന്ന് എഴുന്നേറ്റ് നിന്നേ, ഒരു സ്വലാത്തൊക്കെ ചൊല്ലി ഇരിക്കാന്നുള്ള നിലക്കാണ്. ബുദ്ധിമുട്ടില്ലല്ലോ? ആർക്കുമില്ല. തവസ്സൽനാ ബിബിസ്മില്ലാ വബിൽ ഹാദി റസൂലില്ലാ വകുല്ലി മുജാഹിദിൻ ലില്ലാ വഅഹ്ലിൽ ബദ്രി യാ അല്ലാഹ് സ്വലാത്തുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ്. ഒന്ന് ചാടണോ? വേണ്ടല്ലോ. ആ വലിയ കുട്ടികൾ പറയുന്നുണ്ട് വേണമെന്ന്. മാഷാ അല്ലാഹ്, ഓലൊക്കെ ഒരു ആവേശമാണ്. ഈ വലിയ മനുഷ്യന്മാരൊന്നും ചാടിക്കണില്ല ഞാൻ. അപ്പോൾ ഉറങ്ങാത്ത ആളുകളും അശ്രദ്ധ ഇല്ലാത്ത ആളുകളും മാത്രം ഇരുന്നേ. ഉറക്കവും പാടില്ല, അശ്രദ്ധയും പാടില്ല. അത് രണ്ടുള്ളവരവിടെ നിന്നോളി. ഇപ്പം എല്ലാവർക്കും ഒരു കാര്യം മനസ്സിലായി, ആരും ഉറങ്ങണില്ല എന്ന്. ഇനി ഞാൻ പറയണ കാര്യം ആരും അറിഞ്ഞിട്ടില്ല എന്ന് പറയരുത്. അതിനാണ് ഞാനത് പറഞ്ഞത്. എവിടെ ബക്കറ്റ് എവിടെ? അപ്പം ഞാൻ ബക്കറ്റ് ഇങ്ങനെ വരുമ്പോൾ ഞാൻ ഉറങ്ങരുന്നു, ഞാൻ മിണ്ടാതിരിക്കരുന്നു, ഞാൻ അശ്രദ്ധ, ഇതൊന്നും പറയാൻ വകുപ്പില്ല കേട്ടോ. ഇപ്പം എല്ലാവരും ഉണർന്ന് എല്ലാവരും വളരെ ശ്രദ്ധാപൂർവം കേട്ടുകൊണ്ടിരിക്കുകയാണ്. ബിസ്മില്ലാ വരി. അപ്പോൾ പടച്ചോനെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അപ്പം ആ ഉണർച്ചയിൽ എല്ലാവരും നല്ല ഒരു സ്വതക്ക, ആ സ്വതക്കൻ്റെ വലിപ്പം നമ്മുടെ ആ ബക്കറ്റ് നിറക്കുന്നതാവണം. 2000 പറയണ്ടല്ലേ? ആകെ 4 ദിവസം ക്യൂ നിന്നിട്ട് കിട്ടിയതായിരിക്കും ചിലപ്പോൾ 2000. അത് ഞാൻ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ എന്നെ പോകാൻ സമ്മതിക്കൂല. ഇൻഷാ അല്ലാഹ്. എന്നാലും നല്ലൊരു സ്വതക്ക, ഒരു 100 രൂപയെങ്കിലും അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. എല്ലാവരും ആമീൻ പറയാം. അള്ളാഹു കബൂലാക്കുമാറാവട്ടെ. നിങ്ങളൊക്കെ ചെയ്യുന്ന സ്വതക്കകളുടെ ഉദ്ദേശങ്ങൾ അള്ളാഹു തആല നിറവേറ്റി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പം നമ്മൾ പറഞ്ഞു കൊണ്ടുവന്നത്, അങ്ങനെ ഖദീജ ബീബി നബിയെ അന്വേഷിക്കുകയാണ്. അങ്ങനെ അൽ അമീൻ എന്നാണ് നബി അറിയപ്പെടുക. അൽ അമീൻ അല്ല, എന്തൊരു ഭാഗ്യമാണ്. റബീഉൽ അവ്വൽ നമ്മൾ ഓർക്കണം. ചെറിയ കുട്ടികളിപ്പോൾ റബീഉൽ അവ്വലിൽ പ്രസംഗമൊക്കെ പഠിക്കുന്നുണ്ടാവും. പാടുക പാടുക ശാരദ ശാരികെ പാടലധാരി നീ ഇമ്പമോടെ, പാരിടെ അൽ അമീൻ എന്നൊരു പേരിനു ആരു താനർഹനർഹൻ, ആരു താനർഹനർഹൻ. ഒരു കൃഷ്ണൻ എന്ന് പറയുന്ന ഒരു കവി എഴുതിയതാണ്. പാരിടെ ഈ ലോകത്ത് അൽ അമീൻ എന്ന പേരിന് ആരെങ്കിലും അർഹനുണ്ടോ? ഇല്ല. സത്യസന്ധൻ അത് മുഹമ്മദ് മുസ്തഫ അല്ലേ? അപ്പൊ നമ്മളൊക്കെ പേര് വിളിക്കുകയാണെങ്കിൽ കുഞ്ഞാപ്പു, കുഞ്ഞുട്ടി എന്നൊക്കെ ഉള്ള പേരാ വിളിക്കുക. ഇവിടെ അങ്ങനെയൊക്കെ വിളിക്കാറില്ലേ? കുഞ്ഞാപ്പു, കുഞ്ഞുട്ടി. അവരിത് അങ്ങോട്ട് വിളിക്കുകയാണ്. എന്താ വിളിക്കുന്നത്? അൽ അമീൻ. അതുകൊണ്ട് സത്യസന്ധനായ മുഹമ്മദുർ റസൂലിനെ എൻ്റെ കച്ചവടം നടത്താൻ കിട്ടുമെന്നുള്ളതാണ് ഖദീജയുടെ അന്വേഷണം. ഖദീജ ബീവി അന്വേഷിച്ചപ്പോൾ മുഹമ്മദ് നബി പുഞ്ചിരിയോടെ പറഞ്ഞു, ചെറിയ പ്രായമാണ്, ആ പ്രായം 25 വയസ്സ് തികഞ്ഞിട്ടില്ല. പറഞ്ഞു, ഖദീജ, എൻ്റെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ട പിതൃവ്യനാണ്, അബൂ ത്വാലിബാണ്. നമ്മുടെയൊക്കെ ഒരു സ്വഭാവം അതാവണം കേട്ടോ.
എല്ലാ കാര്യങ്ങളിലും പ്രത്യേകിച്ച് നമ്മുടെ വാപ്പാനോട് മുഷാവറ ചെയ്യാന്നുള്ളത്, ഉമ്മയോട് സമ്മതം തേടുകയും വാപ്പയോട് മുഷാവറ ചെയ്യുകയും ചെയ്യാന്നുള്ളത് നമ്മുടെയൊക്കെ ബാധ്യതകളിൽ ഒന്നാണ്. ബാധ്യതയാണത്. ഒരാൾക്ക് ഗൾഫ് പോകണം, വേഗം വിസ വന്നിട്ട് ഞാൻ നാളെ പോവാണ് കേട്ടോ, വാപ്പാനോട് പറയല്ല. ആ വിഷയം ഒന്ന് മുഷാവറ ചെയ്യാം. വാപ്പാക്ക് ഒരു പക്ഷേ ആ വിഷയത്തെക്കുറിച്ച് യാതൊന്നും അറിയില്ല, എന്നാലതൊരു ബാധ്യതയാണ്. ഞാൻ നിങ്ങളോട് പ്രത്യേകമായിട്ട് ഈ സദസ്സിൽ പറയാണ്. ഞാൻ അപ്പം ഇന്നിങ്ങോട്ട് വരുമ്പോൾ പോലും എൻ്റെ പ്രിയപ്പെട്ട പിതാവുമായിട്ട് നേരിട്ടൊരു കാര്യത്തിന് വേണ്ടി പോയിട്ട് ഒരു കാര്യം മുഷാവറ ചെയ്തിട്ടാണ് വരുന്നത്. അള്ളാഹു അത്തരം കാര്യങ്ങളിലൊക്കെ ഖൈർ നൽകുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അത് ചെയ്യണം. അല്ലെങ്കിൽ ഒരു വീടുണ്ടാക്കുകയാണ്, വാപ്പാനോടൊന്ന് മുഷാവറ ചെയ്യുക. വാപ്പ വീടുണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്, വാപ്പാൻ്റെ അഭിപ്രായം എന്താണ്? ആ വാപ്പ എനിക്ക് അർജൻറ്റായിട്ടല്ല ഒരു AC സഹിതമുള്ള റൂം ആയിക്കോട്ടെ. വാപ്പ അങ്ങനെ ചോദിച്ചാൽ അത് ഓക്കെ. നിന്റെ റൂം നീ തേക്കാനും കൂടി ഉദ്ദേശിക്കുന്നതിന് മുമ്പ് വാപ്പാന്റെ തേച്ച് റെഡിയാക്കി നീ കൊടുത്തോ, അൽഹംദുലില്ലാ. വാപ്പാനോട് മുഷാവറ ചെയ്യാന്നുള്ളത് വളരെ ഖൈറായ ഒരു കാര്യമാണ്. ഇവിടെ കണ്ടോ, മുഹമ്മദുർ റസൂല് പറയാണ്, ഞാൻ എൻ്റെ പ്രിയപ്പെട്ട പിതൃവ്യനോടൊന്ന് മുഷാവറ ചെയ്യട്ടെ. അങ്ങനെ അവസാനം മുഷാവറ ചെയ്തിട്ട് പറഞ്ഞു, ഖദീജ ഞങ്ങൾ നേരിട്ട് എന്ന് സംസാരിച്ചോളൂ. അബൂ ത്വാലിബിന്റെ അടുക്കൽ ചെന്നു. അബൂ ത്വാലിബ് പറഞ്ഞു, ഖദീജ നിങ്ങളുടെ കാര്യം, നിങ്ങളുടെ ഈ അന്വേഷണം എനിക്ക് വളരെ ആശ്വാസകരമാണ്. പക്ഷേ ഒരു കാര്യമുണ്ട്, നിങ്ങള് എന്റെ പ്രിയപ്പെട്ട നിങ്ങൾ സാധാരണ എത്രയാ കൂലി കൊടുക്കാൻ വിചാരിച്ചിട്ടുള്ളത്? കൂലി ആദ്യം പറയണം. കൂലി എത്രയാ കൊടുക്കാൻ വിചാരിച്ചിട്ടുള്ളത്? അവ പറഞ്ഞു 2 ഒട്ടകാണ്. പോരാ, എന്റെ ഈ ഇതേണ്ടല്ലോ ആള് വളരെ മിടുക്കനാണ്. ഇത് പെണ്ണെട്ടുന്നിടത്ത് പറയാനുള്ളതല്ല കേട്ടോ. ചില ആൾക്കാർ ഇങ്ങനെ പാട് ഉൾക്കൊണ്ട് എന്താവും, കല്യാണം കഴിക്കുന്നിടത്തേക്കാർ അത് പറയും ഒരു വളരെ മിടുക്കനാണെന്ന് പറഞ്ഞാൽ ആ മിടുക്കിന്റെ ഉദാഹരണങ്ങളൊന്നും ഇപ്പൊ പറയാൻ ഉദ്ദേശിക്കണില്ല. ഇങ്ങോട്ട് പറഞ്ഞ് തോൽപ്പിക്കും ആ പെൺകുട്ടിയുടെ വാപ്പായെ. അള്ളാഹു നമ്മളെയൊക്കെ കാത്തുരക്ഷിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. റസൂലുള്ള പറഞ്ഞു, മുഹമ്മദ് വളരെ മിടുക്കനാണ്. അബൂ ത്വാലിബ് പറയാണ്, അതുകൊണ്ട് 2 പോരാ 4 ഒട്ടകം വേണം. ആയിക്കോട്ടെ. അങ്ങനെയാണ് പോകുന്നത്. ഖദീജ റളിയല്ലാഹു തആല അൻഹയുടെ കച്ചവട ചരക്കുകളുമായി പോവുകയാണ് ഷാമിലേക്ക്. ഷാമിലൂടെ പോകുമ്പോൾ അത് നബിയുടെ ജീവിതത്തിൽ ഒരു നവ്യാനുഭവമാണ്. കാരണം മുൻഗാമികളായ പ്രവാചകന്മാരുടെ നാടുകളിലൂടെ, സമൂദ് ഗോത്രത്തിന്റെ നാട്ടിലൂടെ, അപ്രകാരം മദിയനിലൂടെ, ശുഐബ് നബിയുടെ നാടിലൂടെ, വാദിൽ ഖുറായിലൂടെ പരിശുദ്ധ റസൂൽ ഇങ്ങനെ സഞ്ചരിക്കുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മരുഭൂമിയുടെ വിശാലത കാണുകയാണ്, സഞ്ചാരത്തിന്റെ ദൈർഘ്യം അറിയുകയാണ്, ലോകത്തിന്റെ എല്ലാ വിഷമങ്ങളും സങ്കടങ്ങളും അറിയുകയാണ്, കച്ചവടത്തിന്റെ രൂപങ്ങൾ അറിയുകയാണ്. കൂടെ ഒരടിമയുണ്ട്, മൈസറ എന്നാണ് ആ അടിമയുടെ പേര്. കുട്ടികൾ മദ്രസിലൊക്കെ നമ്മൾ പഠിച്ച ഒരു കഥ നാം പറഞ്ഞുതരാം. ഇങ്ങനെ യാത്രക്കിടയിലാണ് അവർ 2 പേരും ഒരു മരത്തിന്റെ ചുവട്ടിൽ വിശ്രമിക്കാനിരിക്കുന്നത്. ഇതെല്ലാവർക്കും അറിയാട്ടോ, എനിക്കറിയാം. പക്ഷേ അതൊരു ബറക്കത്തിന് വേണ്ടി, തബറുക്കിന് വേണ്ടി പറയാൻ ഒരു മഹത്വമാണല്ലോ. മുഹമ്മദ് മുസ്തഫ, ഉറക്ക സ്വലാത്ത് ചൊല്ലൂ. മുഹമ്മദ് മുസ്തഫ റബീഉന്റെ രാവുകളിൽ സ്വലാത്തിന്റെ വെളിച്ചം മദീനയിലെത്തട്ടെ. മുഹമ്മദ് മുസ്തഫ 1000 മാലാഖമാരി മനോഹരമായ മജ്ലിസിൽ നിന്ന് പരിശുദ്ധ നബിയുടെ റൗളയിലേക്ക് സ്വലാത്തുകളുമായി പറന്നു പോകട്ടെ. മുഹമ്മദ് മുസ്തഫ, ആ സ്വലാത്ത് നമ്മുടെ കണ്ണിന്റെ കുളിർമയാണ്. മുഹമ്മദ് മുസ്തഫ അത് നമ്മുടെ ഹൃദയത്തിന്റെ ആനന്ദമാണ്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ വെച്ച് ഒരു മരത്തിന്റെ ചുവട്ടിൽ ഇങ്ങനെ വിശ്രമിക്കാൻ വേണ്ടിയിരുന്നു. അപ്പോഴതാ ഒരാൾ തൊട്ടടുക്കലുള്ള ഒരു പർണശാലയിൽ നിന്ന്, ഒരു പുരോഹിതന്റെ ടെന്റിൽ നിന്ന് ആ സ്ഥലത്തേക്ക് ഇറങ്ങി വന്നിട്ട് ചോദിച്ചു, ഇതാരാ ആള്? മൻ ഹാദർ റജുലുൽ ലദീ നസല തഹ്ത ഹാദിഹി ഷജറ. ആ മൈസറ പറഞ്ഞു, ഹാദർ റജുലു മിൻ ഖുറൈശിൻ മിൻ അഹ്ലിൽ ഹറം. അങ്ങനെയതാ ആ പുരോഹിതൻ പറയുകയാണ്, മാ നസല തഹ്ത ഹാദിഹി ഷജറതു ഖത്തു ഇല്ലാ നബി. ഒരു നബിയല്ലാതെ മറ്റൊരാളല്ല ഈ മരത്തിന്റെ ചുവട്ടിലുള്ളത്.
ഒരു മരമല്ലാതെ. അങ്ങനെ ഈ മനുഷ്യൻ ഇറങ്ങി വന്നിട്ട് പരിശുദ്ധ റസൂലിനോട് വല്ലാത്ത സംസാരം നടത്തി, സ്നേഹ സംഭാഷണം നടത്തി. പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, അള്ളാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഷാമിലെത്തിയപ്പോഴോ എല്ലാവരും നബിയുടെ അടുക്കൽ ഇങ്ങനെ കൂടുന്നു. എന്താണ് എന്നാലും അറിയില്ല, ചില ആളുകൾക്ക് ഉണ്ടാവല്ലോ അവരുടെ മുഖം കാണാനൊരു കൗതുകമായിരിക്കും. നബിയുടെ മുഖം കാണാനോ? എന്റെ നിരീക്ഷണ പ്രകാരം സയ്യിദുമാരിൽ അതിൻ്റെ ആ ഒരു പാരമ്പര്യം ഉണ്ട് എന്നുള്ളതാണ്. എന്ത് പാരമ്പര്യം? ആ ഒരു സൗന്ദര്യത്തിൻ്റെ പാരമ്പര്യം. എല്ലാവരും നൂറുദ്ദീൻ തങ്ങളെ നോക്കണ്ട. സുബ്ഹാനല്ലാഹ്, റഹ്മാനായ റബ്ബ് എല്ലാവരിലും ബറക്കത്ത് നൽകുമാറാവട്ടെ. അല്ലെ, അത് ആ തങ്ങന്മാരുടെ ആ മുഖം വിളിച്ചു പറയും, ഹാദാ സയ്യിദ്, എൻ്റെ ഒരു സയ്യിദാണെന്നുള്ളത്. അങ്ങനെയാണ് എല്ലാവരും നബിൻ്റെ അടുക്കൽ ഇങ്ങനെ കൂടുകയാണ്. നബിയുടെ അടുക്കൽ ഇങ്ങനെ കൂടിയിട്ട് സല്ലല്ലാഹു, കച്ചവടത്തിൻ്റെ ചരക്കുകളൊക്കെ വേഗം കഴിഞ്ഞു. ബാക്കിയുള്ളവരൊന്നും കൊണ്ടുവന്നതൊന്നും ആയിട്ടില്ല. പക്ഷേ മുഹമ്മദുർ റസൂലിന്റെ കച്ചവടം അത് മോശാവൂലല്ലോ. വഅഹ്സന മിൻക ലം തറഖത്തു ഐനി വഅജ്മല മിൻക ലം തലിദിൻ നിസാഉ ഖുലിഖത മുബറഅൻ മിൻ കുല്ലി ഐബി കഅന്നക ഖുലിഖത കമാ തശാഉ. നബിയേ, അങ്ങയെപ്പോലെ നല്ല ഒരാളെ എന്റെ കണ്ണിന്ന് വരെ കണ്ടിട്ടില്ല. അങ്ങയെപ്പോലെ സൗന്ദര്യമുള്ള ഒരാളെ ഒരു മാതാവും ഇന്ന് വരെ ഗർഭം ചുമന്ന് പെറ്റിട്ടുമില്ല. മുഹമ്മദ് മുസ്തഫ. നിങ്ങൾ ഉറക്കെ തന്നെ സ്വലാത്ത് ചൊല്ലിക്കോളൂ, മുഹമ്മദ് മുസ്തഫ. എല്ലാവരും കച്ചവടത്തിന്റെ സാധനങ്ങളൊക്കെ എല്ലാവരും വേഗം വാങ്ങി, ഭയങ്കര ലാഭം. വേഗം തിരിക്കുകയാണ്, മൈസറത്തും കൂടെ ചൊല്ലുകയാണ്. അപ്പോഴാണ് നേരത്തെ ഞാൻ പാടിയത്, തരുണി മണി ബീവി ഖദീജ മാളിക മുകളിൽ കയറിയിരുന്നേ, തിരുത്വാഹ നബിയുടെ വരവിനെ കാണാൻ തുനിയുന്നേ. എൻ്റെ ഉമ്മ എനിക്ക് പഠിപ്പിച്ചു തന്ന പാട്ടാണ്. അള്ളാഹു നമ്മുടെ ഉമ്മമാർക്കൊക്കെ ദീർഘായുസ് നൽകുമാറാകട്ടെ. മദ്രസയിൽ ചെറുപ്പത്തിൽ പാടാൻ വേണ്ടിയിട്ട് ഉമ്മ പഠിപ്പിച്ചു തന്ന പാട്ടാണ്. ആ 2 വരികളെ എനിക്ക് അറിയുള്ളൂ, ബാക്കിയൊന്നും ഓർമ്മയില്ല. ഈ പണ്ടൊരാൾ പറഞ്ഞ പോലെ എന്നെപ്പറ്റി എല്ലാവരും, ഒരാൾ പറഞ്ഞല്ലോ എന്നെപ്പറ്റി എല്ലാവരും നല്ല അഭിപ്രായം പറയും. 2 അഭിപ്രായങ്ങളാണ് പൊതുവെ എന്നെപ്പറ്റി എല്ലാവരും പറയാറുള്ളത്. ഒന്ന്, എനിക്ക് ഭയങ്കര ഓർമ്മശക്തി എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, ഞാൻ മറന്നുപോയി എന്ന് പറഞ്ഞതുപോലെ അതിൻ്റെ ബാക്കി വരികളൊക്കെ ഞാൻ മറന്നുപോയി എന്നുള്ളതാണ്. ഓർമ്മശക്തി ഉണ്ടെന്നുണ്ടെങ്കിലും അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ ഉമ്മമാർക്കൊക്കെ ദീർഘായുസ് നൽകട്ടെ. ബഹുമാനപ്പെട്ട ഖദീജ ബീവിയുടെ അടുക്കലേക്ക് നബി എത്തുന്നതിന്റെ മുമ്പ് മൈസറ എത്തി മുഹമ്മദുർ റസൂലിനെ കുറിച്ച് ഇങ്ങനെ വല്ലാത്ത വർത്തമാനങ്ങൾ പറഞ്ഞു കൊടുത്തു. നബിയുടെ സ്വഭാവം, നബിയുടെ മഹത്വം. നബി തിരുമേനിയുടെ കൂടെ ഇങ്ങനെ നടക്കുമ്പോൾ വെയിലിൽ മേഘം തണലിട്ടത്. അങ്ങനെയാണ് നബി നടക്കുമ്പോൾ മേഘം ഇങ്ങനെ തണലിടും ഒക്കെ പറഞ്ഞു കൊടുത്തു. സൽസ്വഭാവത്തെക്കുറിച്ച് പറഞ്ഞു കൊടുത്തു. എല്ലാ സ്വഭാവങ്ങളും പറഞ്ഞു കൊടുത്തു. ആ ജൂതനി പറഞ്ഞവർ, ആ പണ്ഡിതൻ, ആ പുരോഹിതൻ പറഞ്ഞ ഈ വർത്തമാനങ്ങൾ വരെ പറഞ്ഞു കൊടുത്തപ്പോൾ ഖദീജ ചിന്തിക്കുകയാ, ഇത്രയും കാലം ഞാൻ ആഗ്രഹിച്ചിരുന്ന, ഞാൻ സ്വപ്നം കണ്ടിരുന്ന ആ പദവി മുഹമ്മദിന്റെ ഭാര്യ പദവിയാകുമോ സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദ് നബി ആണെങ്കിലോ 25 വയസ്സുള്ള ചുറുചുറുക്കുള്ളയാളാണ്. 25 വയസ്സ് പറഞ്ഞാൽ ചുറുചുറുക്കുള്ള പ്രായം തന്നെ ആവുമല്ലോ അല്ലേ? അല്ലേ? കഴിഞ്ഞതുകൊണ്ട് ആരും ഒന്നും മിണ്ടുന്നില്ല. കഴിയാത്തവരൊക്കെ കാര്യമായിട്ട് പറയുന്നുണ്ട് താനും. 25 വയസ്സ് നല്ല ചുറുചുറുക്കുള്ള സമയമാണ് മുഹമ്മദുർ റസൂൽ. എന്നാൽ ഖദീജ ബീവിക്കാണെങ്കിൽ 40 വയസ്സാണ്. ഒറ്റക്കിരുന്ന് ഇങ്ങനെ ആലോചിക്കുകയാണ്, ശരിയാവോ, എന്നെ കല്യാണം കഴിക്കാൻ മുഹമ്മദ് തയ്യാറാവോ? കാരണം അത്ര ചുറുക്കുള്ള ചെറുപ്പക്കാരൻ,
അല്ലേ? ഞാൻ വിധവ, രണ്ടാളുകൾ മരിച്ചുപോയി, ഇന്നെ കല്യാണം കഴിക്കാൻ തയ്യാറാവില്ലായിരിക്കും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് തൻ്റെ തോഴിയായ കൂട്ടുകാരിയായ നുഫൈസ എന്ന സ്ത്രീ കടന്നു വരുന്നത്. ചോദിക്കുന്നു, ഖദീജ എന്താണ് പ്രശ്നം? എന്താണ് നിങ്ങൾ ഇങ്ങനെ ഇരിക്കുന്നത്? എന്താണ് നിങ്ങൾക്ക് കുഴപ്പമായിട്ടുള്ളത്? എന്തോ പ്രശ്നമുണ്ടല്ലോ, എന്താ കാര്യം പറ. നിങ്ങൾ വല്ല പ്രേമക്കേസിലും കുടുങ്ങിയോ? ആരോടെങ്കിലും വല്ല സ്നേഹമുണ്ടോ? കല്യാണത്തെ പറ്റി ആലോചിക്കുന്നുണ്ടോ? പെട്ടെന്ന് പറഞ്ഞു, അതേ ഉണ്ടല്ലോ. ആരാണ് അത്? മുഹമ്മദാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദ് കല്യാണം കഴിക്കാൻ ഞാൻ മോഹിക്കുകയാണ്. നല്ല സ്വഭാവമാണല്ലോ, നല്ല പെരുമാറ്റമാണല്ലോ, എന്തിന് ഞാൻ പ്രയാസപ്പെടണം? എന്തിന് ഞാൻ? പക്ഷേ ഞാൻ ചിന്തിക്കുന്നത്, എങ്ങനെയാണ് ഞാൻ കല്യാണം കഴിക്കുക? ഞാൻ വിധവയാണല്ലോ. അപ്രകാരം ഞാൻ 2 ഭർത്താക്കന്മാര് മരിച്ചതാണല്ലോ. ഇത്ര പ്രായമായല്ലോ എനിക്ക്. അള്ളാഹുവിന്റെ വിധിയെ തടുക്കാൻ കഴിയില്ലല്ലോ. നുഫൈസ ഓടിപ്പോവുകയാണ്. മദീനയിലെ മക്കയിലെ മരുഭൂമിയിൽ എവിടെയോ ഒറ്റക്കിരിക്കുന്നുണ്ട് മുഹമ്മദ് മുസ്തഫ. കണ്ടു, മുഹമ്മദ് നബിയോട് സംസാരിക്കുകയാണ്. മുഹമ്മദേ, എന്താണ് നിങ്ങൾ ഇങ്ങനെ ഒറ്റക്കിരിക്കുന്നത്? നുഫൈസ, എന്റെ അവസ്ഥ അറിയാലോ. എനിക്കുമ്മയില്ല, ബാപ്പയില്ല, കൂട്ടിനാരുമില്ല, പിന്നെ ഒറ്റക്കിരിക്കുകയല്ലാതെ ഞാൻ എന്ത് ചെയ്യാനാ? മുഹമ്മദേ, നിങ്ങൾക്കൊരു കൂട്ടുവേണ്ടേ? നിങ്ങൾക്കൊരു കല്യാണ അന്വേഷണവുമായിട്ടാ ഞാൻ വന്നിരിക്കുന്നത്. പെട്ടെന്ന് നബി ചോദിച്ചു, ഖദീജ ബീവിയുടെ കാര്യമാണോ നിങ്ങൾ ആലോചിക്കുന്നത്? അതേ മുഹമ്മദേ. അപ്പോൾ പറഞ്ഞു, എന്നാൽ എന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല. എന്റെ പ്രിയപ്പെട്ട പിതൃവ്യനുണ്ട് അബൂ ത്വാലിബ്. അബൂ ത്വാലിബിനോട് നിങ്ങൾ സംസാരിക്കണം. അബൂ ത്വാലിബിനോട് നിങ്ങൾ സംസാരിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ അബൂ ത്വാലിബിനോട് ഖദീജയുടെ നേതൃത്വത്തിൽ സംസാരിച്ചു. തിരിച്ചങ്ങോട്ട് കല്യാണാന്വേഷണത്തിന് ചെല്ലാൻ വേണ്ടി പറഞ്ഞു. കല്യാണാന്വേഷണത്തിന് ചെല്ലുകയാണ്. ചരിത്ര ഗ്രന്ഥങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട്, അബൂ ത്വാലിബും ഹംസ എന്നവരും അംർ ഇബ്നുൽ അസദ് എന്ന് പറയുന്ന പിതാവ് അപ്പോഴേക്ക് മരിച്ചു പോയിരുന്നു. ഖുവൈലിദിന്റെ സഹോദരൻ അംറിന്റെ അടുക്കലേക്ക് ചെന്നു. പലരും പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു. മുഹമ്മദ് യതീമാണ് ഖദീജ, ധനമില്ലാത്തവനാണ് ഖദീജ. പക്ഷേ ഖദീജ ബീവിക്ക് ഒരേ ഒരു നിർബന്ധം, മുഹമ്മദ് റസൂലിനെ കുറിച്ചുള്ള കല്യാണാന്വേഷണം വന്നിട്ട് ബഹുമാനപ്പെട്ട അബൂ ത്വാലിബ് ചെന്നിട്ട് തന്റെ പ്രിയപ്പെട്ട മകന്റെ, തന്റെ പ്രിയപ്പെട്ട സഹോദരപുത്രന്റെ മദ്ഹുകൾ, മഹത്വങ്ങൾ ഇങ്ങനെ ഖദീജയുടെ കുടുംബത്തിന്റെ മുമ്പിൽ പറഞ്ഞു. അവസാനം കല്യാണ നിശ്ചയം നടന്നു. ആ കല്യാണ നിശ്ചയത്തിനൊടുവിൽ മഹർ നിശ്ചയിച്ചു. 20 ഒട്ടകങ്ങളാണ് മഹർ നിശ്ചയിച്ചിരുന്നത്. 20 ഒട്ടകങ്ങൾ. അങ്ങനെ മഹർ നിശ്ചയിച്ചു. നമ്മൾ ആലോചിക്കണം, ഇതൊക്കെ നമ്മൾ ഈ കാലഘട്ടത്തിൽ വളരെ ശ്രദ്ധാപൂർവം നമ്മൾ ആലോചിക്കേണ്ട ചില കാര്യങ്ങളാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാര്, അല്ലേ, നമ്മൾ പറയും പ്രേമം, സ്നേഹം, അനുരാഗം എന്നൊക്കെ. അതിലൊന്നും ഒരു കഥയുണ്ടാവില്ല. നഊദു ബില്ലാഹ്, അല്ലാഹനെ പേടിക്കുക എന്നല്ലാതെ എന്താ നമ്മൾ അതിനെക്കുറിച്ചൊക്കെ പറയാ? ദുനിയാവിൽ രക്ഷ ഉണ്ടാവില്ല കേട്ടോ, ഒരു സംശയവും വേണ്ടതിന്. ഉപ്പയുടെ സമ്മതമില്ലാതെ, ഉമ്മയുടെ സമ്മതമില്ലാതെ ഇത്തരം കാര്യങ്ങളിലേക്ക് ചെറുപ്പക്കാരെ നമ്മൾ താല്പര്യപ്പെടുന്നുവെങ്കിൽ, എന്റെ പ്രിയപ്പെട്ട പെൺകുട്ടികളെ നിങ്ങൾ താല്പര്യപ്പെടുന്നുവെങ്കിൽ, ദുനിയാവിൽ രക്ഷയുണ്ടാവില്ല, ആഖിറത്തിലും രക്ഷയുണ്ടാവുകയില്ല. നല്ലത് വേണമെങ്കിൽ എന്താവണം? നല്ലത് വേണമെങ്കിൽ ഉത്തമയായ സദ്വൃത്തയായ പെൺകുട്ടിയാവണം. ഉമ്മാന്റെ തൃപ്തിയോടെ, ഉപ്പാന്റെ തൃപ്തിയോടെ. അർബഉൻ മൻ ഉഅതിയഹുന്ന ഫഖദ് ഉഅതിയ ഖൈറുദ് ദുനിയാ വൽ ആഖിറ. 4 കാര്യങ്ങൾ ഒരാൾക്ക് നൽകപ്പെട്ടു കഴിഞ്ഞാൽ ദുനിയാവിലെയും ആഖിറത്തിലെയും എല്ലാ നന്മകളും അയാൾക്ക് നൽകപ്പെട്ടിട്ടുണ്ടെന്ന് മുഹമ്മദ് മുസ്തഫ. എന്താണ് 4 കാര്യം? ഖൽബൻ ഷാകിറ വലിസാനൻ ളാകിറ വബദനൻ അലൽ ബലാഇ സാബിറ വസൗജതൻ ലാ തബ്ഗീഹി ഹൗബൻ ഫീ നഫ്സിഹാ വമാലിഹാ. നന്ദിയുള്ള ഹൃദയം, അള്ളാഹിനോടും ജനങ്ങളോടും ഒക്കെ നന്ദിയുള്ള ഹൃദയം.
ഇതുണ്ടോന്ന് ആലോചിക്കുക. അള്ളാഹ്ക്ക് ദിക്ർ ചെല്ലുന്ന ഒരു നാവ്, ഏത് പ്രയാസത്തെയും സഹിക്കാനും ക്ഷമിക്കാനും കഴിയുന്ന ശരീരം, എല്ലാത്തിനും പുറമെന്താണ്? നല്ല ഒരു ഭാര്യ, ഉത്തമയായ ഒരു ഭാര്യ, ധനത്തിലോ സ്വന്തം ശരീരത്തിലോ ഒരു തിന്മയും ആഗ്രഹിക്കാത്ത നന്മയുള്ള ഒരു ഭാര്യ. ഖദീജ ബീവി അതായി നബിയുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ്. എന്തെല്ലാം പരീക്ഷണങ്ങൾ, എന്തെല്ലാം പരിഭവങ്ങൾ! എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, ഗൗരവത്തോടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ജീവിതത്തിന്റെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും കുടുംബജീവിതത്തിൽ വളരെ അങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. രണ്ടാൾ ഒരുമിച്ചിട്ടാണ് ഈ പരീക്ഷണങ്ങൾ നേരിടേണ്ടത്. ഭാര്യയും ഭർത്താവും ഒരുമിച്ച്. ഭർത്താവ് ഒറ്റയ്ക്ക് നേരിട്ടാ പോലെ, സഹധർമ്മിണി എന്നാ പറയാ. സഹധർമ്മിണി, കൂടെ ധർമ്മം അനുഷ്ഠിക്കുന്ന ആളാണ് ഭാര്യ. ഗൾഫിലാണ്. ഇപ്പോഴത്തെ ഗൾഫിൻ്റെ അവസ്ഥ അറിയാലോ. ഗൾഫിൽ പോയിട്ട് ആകെ എന്താ ഉണ്ടായത്? ചെറിയൊരു വീട് വെച്ചു, അത്യാവശ്യം ഇങ്ങനെ ജീവിച്ചു പോകുകയായിരുന്നു. അതിനിടയിലാണ് പെട്ടെന്ന് നിതാക്കാത്തിൻ്റെ പ്രശ്നം വന്നത്. അതല്ലെങ്കിൽ ജോലി ചെയ്യുന്ന കമ്പനിക്ക് എന്തെങ്കിലും പ്രതിസന്ധി വന്നത്, അതല്ലെങ്കിൽ സാമ്പത്തികമായ എന്തെങ്കിലും പ്രശ്നം വന്നത്. നാട്ടിലേക്ക് പെട്ടെന്ന് ഭർത്താവ് തിരിച്ചു വരുമ്പോൾ പരീക്ഷണമായിരിക്കും അല്ലേ? നിങ്ങൾ നാട്ടിൽ വന്നിട്ട് എന്ത് കാട്ടാനാന്ന് ചോദിച്ചിട്ട് അവിടെ ആകെ ബോധം കെട്ട് വീഴുക. സുബ്ഹാനല്ലാഹ്, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ അല്ലേ? എന്നിട്ട് വേഗം അവിടെ മുസ്ലിയുടെ അടുത്ത് പോവുക, അല്ലെങ്കിൽ മന്ത്രിക്കണ അടുത്ത് പോവുക. മൂപ്പര് വരുന്നുണ്ട്, പടച്ചോനെ എന്താ ചെയ്യാ? ഭർത്താവ് വീട്ടിലേക്ക് വരുമ്പോൾ അങ്ങനെയല്ല വേണ്ടത്. പിന്നെയോ ഭർത്താവിന് സാന്ത്വനം നൽകുക, സന്തോഷം നൽകുക, ഭർത്താവിനെ സമാധാനിപ്പിക്കുക. ഒരു പക്ഷേ കയ്യിൽ വളയുണ്ടെങ്കിൽ ആ വള വിറ്റിട്ടാണെങ്കിലും തൽക്കാലം പിടിച്ചു നിൽക്കാൻ ഭർത്താവിനെ സഹായിക്കുക. ഒരു പക്ഷേ രോഗിയായി ഭർത്താവ് വരുമ്പോ എനിക്ക് ദുന്യാവിൽ സുഖമുണ്ടായില്ലല്ലോ എന്ന് ചിന്തിക്കല്ലേ. എനിക്കറിയാവുന്ന എത്രയോ ആളുകളുണ്ട്, കല്യാണം കഴിഞ്ഞൊരു മാസം കഴിഞ്ഞപ്പോഴാ അറിയുന്നത് പ്രിയപ്പെട്ട ഭർത്താവിന് കിഡ്നി രോഗമാണെന്ന്. ഒരു പക്ഷേ അവിടെ വെച്ച് തീരുമാനിച്ചാൽ ആ വിവാഹബന്ധം മുന്നോട്ട് കൊണ്ടുപോകേണ്ടി വരില്ലായിരുന്നു. പക്ഷേ ഇത് അല്ലാഹു തന്ന പരീക്ഷണമാണ്. എനിക്കാണ് ഈ രോഗം വന്നതെങ്കിൽ എന്താ ചെയ്യുക എന്ന് ചിന്തിച്ചിട്ട് പിന്നീടുള്ള ജീവിതകാലം മുഴുവൻ അങ്ങനെ രോഗിയായ ഭർത്താവിന്റെ കൂടെ ഒന്നുകിൽ പരിചരിച്ചിട്ട് സാന്ത്വനം നൽകിയിട്ട് സ്നേഹം നൽകി കഴിഞ്ഞുകൂടുന്ന പ്രിയപ്പെട്ട സഹോദരിമാരുണ്ടെങ്കിൽ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ മാതൃക കാണിച്ചു. അവർക്ക് പരീക്ഷണങ്ങൾ ഇങ്ങനെ വരിക, അതും ചില്ലറ പരീക്ഷണമല്ല. കുഞ്ഞുങ്ങളുണ്ടായി, കുഞ്ഞുങ്ങളിങ്ങനെ മരിച്ചു പോവാണ്. ഇതൊരു പരീക്ഷണ തന്നെയുമല്ല, പെൺകുട്ടികളാണ് ഉണ്ടാകുന്നതൊക്കെ. പെൺകുട്ടികളുണ്ടാകുന്നതിൻ്റെ പേരിൽ വിഷമിക്കേണ്ട യാതൊരു ആവശ്യമില്ല. അങ്ങനെ വിഷമിക്കുക എന്നുള്ളതൊരു വിഡ്ഢിത്താണ്. അള്ളാഹു ഒരു പക്ഷേ ആ പെൺകുട്ടികളിലൂടെ ആയിരിക്കും നമുക്ക് മറ്റു ബറക്കത്തുകൾ നൽകുന്നത്. നബിക്ക് അങ്ങനെയാണ് നൽകിയിട്ടുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അള്ളാഹു പെൺകുട്ടികളെ നൽകി. സൈനബ് റളിയല്ലാഹു അൻഹയെ നൽകി, റുഖയ്യ ബീബിയെ നൽകി, ഉമ്മു കുൽസൂമിനെ നൽകി, ഫാത്തിമ റളിയല്ലാഹു അൻഹയെ നൽകി. ഇവരെങ്ങനെ കല്യാണം കഴിച്ചു കൊടുത്തു? റുഖയ്യയെയും സൈനബിനെയും കല്യാണം കഴിച്ചു കൊടുത്തു. ആ കാലഘട്ടത്തിൽ തന്നെ ഖദീജ റളിയല്ലാഹു അൻഹ വളരെ സന്തോഷത്തോടെ തന്റെ കൈവശമുണ്ടായിരുന്ന ഒരു മാല സൈനബിന് കൊടുത്തു എന്ന് ചരിത്രത്തിൽ കാണാൻ കഴിയും. പിൽക്കാലത്തൊരു സംഭവമുണ്ടായി. ബദർ യുദ്ധം കഴിഞ്ഞ് പരിശുദ്ധ റസൂല് ബന്ദികളായി പിടിച്ചിരിക്കുന്ന ആളുകളെ മുഴുവൻ ആളുകളുടെ അടുക്കൽ നിന്ന് മോചനദ്രവ്യം വാങ്ങുമ്പോൾ തന്റെ മകളായ സൈനബിന്റെ പ്രിയപ്പെട്ട ഭർത്താവ്, ആ ഭർത്താവായ ചെറുപ്പക്കാരൻ അന്ന് മുസ്ലിമായിട്ടില്ല. ആ ചെറുപ്പക്കാരൻ ബദറിൽ പിടിക്കപ്പെട്ടിട്ടുണ്ട്, മോചനദ്രവ്യമായിട്ട് വന്നിരിക്കുകയാണ്. തന്റെ പ്രിയപ്പെട്ട മകളായ സൈനബ് കൊടുത്തയച്ചിരിക്കുകയാണ്. ഉമ്മയായ ഖദീജ ബീവി തനിക്ക് സമ്മാനിച്ച ആ മാല നബിയുടെ മുമ്പിൽ വന്നപ്പോൾ
തന്റെ കയ്യിൽ ഇങ്ങനെ പിടിച്ചു, ആ മാല ഇങ്ങനെ നോക്കി, തന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. തന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ഖദീജയുടെ ഓർമ്മകൾ ആ മനസ്സിൽ തുടികൊട്ടെ. നബി തിരുമേനി കരഞ്ഞുപോയി. കൂടെയുള്ളവരോട് പറഞ്ഞു, സ്വഹാബാ, ദേ കണ്ടില്ലേ, ഇത് ഖദീജ ബീവിയുടെ മാലയാണ്, എന്റെ ഭാര്യയുടെ മാലയാണ്. അതുകൊണ്ട് ഞാൻ ഇത് സ്വീകരിച്ചിട്ട് എന്റെ പ്രിയപ്പെട്ട മകളുടെ ഭർത്താവിനെ ഞാൻ ഒഴിവാക്കിക്കൊള്ളട്ടെയോ? മോചനദ്രവ്യം വാങ്ങിയിട്ട് അതും ഈ മാല ഖദീജ ബീവി ആ സന്ദർഭത്തിൽ അവിടെ നോർത്തതായി ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ആലോചിച്ചു നോക്കുക. അങ്ങനെ നബിയുടെ ജീവിതം ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. 25 വയസ്സുള്ള റസൂലുള്ളാഹിക്ക് വയസ്സിങ്ങനെ കൂടി. 15 കൊല്ലം കഴിഞ്ഞപ്പോഴാണ് നുബുവത്ത് ലഭ്യമാകുന്നത്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പരിശുദ്ധമായ മക്കയിൽ നിങ്ങൾ പോയാൽ വിശുദ്ധമായ ഒരു മല നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയും. ചെങ്കുത്തായ മല. ഇന്നവിടെ സ്റ്റെപ്പുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്, ആയിരക്കണക്കിന് സ്റ്റെപ്പുകൾ. അതിങ്ങനെ കയറി 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 പോയാൽ മുകളിൽ നിങ്ങൾക്കൊരു ഗുഹ കാണാൻ കഴിയും. ഹിറാ ഗുഹ കാണാൻ കഴിയും. ജബലുന്നൂറിന്റെ മുകളിൽ അല്ലാഹു തആല ഈ വർണ്ണ പ്രപഞ്ചത്തിലെ മഹാപ്രകാശം സമ്മാനിച്ച ആ രാവുകൾക്ക് സാക്ഷിയായ ആ കരിങ്കൽ കൂട്ടങ്ങൾക്കിടയിലുള്ള ഹിറാ ഗുഹ. ആ ഗുഹയിൽ നിന്ന് നോക്കിയാൽ വിശുദ്ധമായ കഅബ കാണാൻ കഴിയുമായിരുന്നു. നബി അവിടെ ഇരിക്കുകയാണ്. ഇരിക്കുമ്പോഴോ ഖദീജ ബീവിക്ക് 55 വയസ്സ് പ്രായമാണ്. ഇത്രയും പ്രായമുള്ള ഖദീജ ബീവി ഭർത്താവായ മുഹമ്മദ് നബിക്ക് ഭക്ഷണവുമായിട്ട് ആ മല കയറിയിരുന്നു എന്നാണ് ചരിത്രം. നിങ്ങൾ എവിടേക്കായി പോകുന്നത് എന്നല്ല, നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത പണിയെടുക്കണം എന്തിനാന്നല്ല. ഖദീജ ബീവിക്കറിയാം ഇതിലെന്തോ രഹസ്യമുണ്ട് എന്ന്. അതിങ്ങനെ കാത്തിരിക്കുകയാണ്. ചരിത്രമറിയാമല്ലോ. പരിശുദ്ധമായ പരിശുദ്ധ റമളാനിന്റെ 27-ാം രാവിൽ മാലാഖയായ ജിബ്രീൽ പ്രത്യക്ഷപ്പെട്ടു. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ് ഇഖ്റ വറബ്ബുക്കൽ അക്റമുല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം. ആദ്യത്തെ ഖുർആനിന്റെ വചനങ്ങൾ ഇറങ്ങി. ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഭയന്നു പോയി. ഇതുപോലൊരു അനുഭവം മുമ്പുണ്ടായിട്ടില്ല. ഇതെന്തു പറ്റിയതാണെന്നറിയില്ല. മലയിറങ്ങി ഓടി വരുമ്പോ സമ്മിലൂനി സമ്മിലൂനി, എന്നെ ഒന്ന് പുതക്കൂ ഖദീജ. ഖദീജ ബീവി സമാധാനിപ്പിക്കുകയാണ്. പുതച്ചു മൂടിക്കൊണ്ട് തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ തലോടിക്കൊണ്ട് പറയുകയാണ്, കല്ലാ അബ്ശിർ വല്ലാഹി മാ യുഖ്സീക അല്ലാഹു അബദാ. നിങ്ങൾ സന്തോഷിച്ചോളൂ, അല്ലാഹു ഒരിക്കലും താങ്കളെ ശിക്ഷിക്കുകയില്ല. കാരണം നിങ്ങൾ നല്ല മനുഷ്യനാണല്ലോ. ഇന്നക ലതസിലുർ റഹിമ, നിങ്ങൾ കുടുംബബന്ധം ചേർക്കുന്നയാളാണ്. വതസ്ദിഖുൽ ഹദീസ, നിങ്ങൾ സത്യം പറയുന്ന ആളാണ്. വതഹ്മിലുൽ കല്ല, നിങ്ങൾ പ്രയാസങ്ങൾ ഏറ്റെടുക്കുന്നയാളാണ്. വതക്സിബൽ മഅദൂം, നിങ്ങൾ ഇല്ലാത്തവൻ ഉണ്ടാക്കി കൊടുക്കുന്നയാളാണല്ലോ. നിങ്ങൾ അതിഥിയെ സൽക്കരിക്കുന്നയാളാണ്. നിങ്ങൾ കഷ്ടപ്പെടുന്ന ആളുകൾക്ക് സഹായം എത്തിക്കാൻ ഓടി നടക്കുന്ന ആളാണല്ലോ. പിന്നെ നിങ്ങൾ എങ്ങനെയാണ് അല്ലാഹു പ്രയാസപ്പെടുത്തുക? ഇതാണ്. അല്ലാതെ ഞാൻ നിങ്ങളോട് അന്ന് തന്നെ പറഞ്ഞിരുന്നു ആവശ്യമില്ലാത്ത പണിക്ക് പോകരുത് എന്ന്. ഇങ്ങനെ ചോദിക്കുന്ന ആൾക്കാരുണ്ടാവും. വയലൊക്കെ വെച്ച് പിറ്റേ ദിവസം ഇങ്ങനെ നിൽക്കുകയാണ്, ആകെ കടായിപ്പോയി. എന്താ ചോദിക്കണം? നിങ്ങളോട് ഞാൻ അന്ന് തന്നെ പറഞ്ഞിരുന്നില്ല ഈ ആവശ്യമില്ലാത്ത പണി. ഈ ചോദ്യം ഒരിക്കലും ഉണ്ടാവരുത്. ആവശ്യമില്ലാത്തതിനെന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ മതി ആ ചോദ്യം. ചിലത് ആവശ്യമില്ലാത്തതുണ്ടാവും, അത് ശരിയായിരിക്കും. പക്ഷേ ദീനിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ കുടുംബത്തിന് വേണ്ടിയിട്ട് അതിലൊന്നും ആവശ്യമില്ലാത്തത് ഉണ്ടാവില്ല. സഹോദരന്മാർക്ക് വേണ്ടിയിട്ട് ഖദീജ ബീവി റളിയല്ലാഹു അൻഹ മനസ്സിൽ ഇങ്ങനെ പെരുമ്പറ കൊട്ടി. ഇതെന്തായിരിക്കും? ഉറപ്പിച്ചാലോ? പിറ്റേ ദിവസം വറഖത്ത് ഇബ്നു നൗഫലിന്റെ അടുക്കലേക്ക് ചെന്നു. അദ്ദേഹം തന്റെ പിതാവിന്റെ സഹോദരന്റെ പുത്രനാണ്.
വറഖത്ത് ഇബ്നു നൗഫൽ റളിയല്ലാഹു അൻഹു ജാഹിലിയ്യ കാലത്ത് ക്രിസ്ത്യാനിയായിരുന്നയാളാണ്. അദ്ദേഹത്തിന് അറബി എഴുതാൻ അറിയുമായിരുന്നു. ഇഞ്ചീലിൽ അറബി ഭാഷയിൽ ഇഞ്ചീലിൽ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. വൃദ്ധനായിരുന്നു, അന്ധനായ വൃദ്ധനായിരുന്നു. ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹാ തന്റെ പ്രിയപ്പെട്ട സഹോദരനായ വറഖത്ത് ഇബ്നു നൗഫലിനോട് ഈ കാര്യങ്ങൾ പറഞ്ഞു. വറഖ പ്രതീക്ഷകൾ നൽകി. പിന്നെ ചെല്ലുന്നത് അദ്ദാസിന്റെ അടുക്കലേക്കാണ്. അദ്ദാസ് എന്ന് പറയുന്നയാൾ അവിടെ ഉണ്ടായിരുന്ന ഒരടിമയായിരുന്നു. അദ്ദാസ് സ്വാഗതം ചെയ്തു. അദ്ദാസിനോട് കാര്യങ്ങൾ പറഞ്ഞു. അദ്ദാസ് പറഞ്ഞു, ഖദീജ, നിങ്ങളുടെ ഭർത്താവിന്റെ അടുക്കലേക്ക് വന്നിട്ടുള്ളത് അന്നാമോസുൽ അക്ബർ, അത് വലിയ ദൂതനാകുന്നു. ഈസാ നബിയുടെ അടുക്കലേക്ക് വന്നിട്ടുള്ള, മൂസാ പ്രവാചകന്റെ അടുക്കലേക്ക് വന്നിട്ടുള്ള, മുൻഗാമികളായ ലക്ഷക്കണക്കിന് നബിമാരുടെ അടുക്കലേക്ക് വന്നിട്ടുള്ള ദൂതനാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് പോയി മുഹമ്മദിനോട് പറയുക, ആ ദൂതനാണ് വന്നിരിക്കുന്നത് എന്ന്. മുഹമ്മദ് നബിയുടെ അടുക്കലേക്ക് ഖദീജ ഈ സന്തോഷ വാർത്തയുമായി ആ പ്രഭാതത്തിൽ കടന്നു ചെല്ലുമ്പോൾ കട്ടിലിൽ എഴുന്നേറ്റിരിക്കുകയാണ്. ഖദീജ, ഇവിടെ വന്നിരിക്കൂ. തൊട്ടടുക്കൽ പോയിരുന്നു. ഖദീജയുടെ കൈകൾ തന്റെ കയ്യിലെടുത്തു. എന്താണ് പറയാനുള്ളത്? ഖദീജ കണ്ണുകളിലേക്ക് നോക്കുമ്പോ മുഹമ്മദ് നബി പതുക്കെ മന്ത്രിക്കുകയാണ്, പൊന്നു ഖദീജ, ഇന്നലെ വന്നുവെന്ന് പറഞ്ഞല്ലോ, ആ ദൂതൻ രണ്ടാമതും എന്റെ അടുക്കലേക്ക് വന്നിരുന്നു. എന്നോട് ചോദിച്ചത്, യാ അയ്യുഹൽ മുസമ്മിൽ, യാ അയ്യുഹൽ മുദ്ദസിർ, ഖും ഫഅൻവിർ വറബ്ബക ഫകബ്ബിർ ഫസിയാബക ഫതഹിർ. എഴുന്നേൽക്കൂ, മൂടി പുതച്ചുറങ്ങുന്നവനെ, എല്ലാവരെയും ഈ കാര്യം അറിയിക്കൂ എന്നാണ് ഖദീജ. എന്നെ അല്ലാഹു തആല അവന്റെ ദൂതനായി തെരഞ്ഞെടുത്തിരിക്കുകയാണ്. ഞാൻ അല്ലാഹുവിന്റെ പ്രവാചകനാണ്, ഞാൻ അല്ലാഹുവിന്റെ റസൂലാണ്, എനിക്ക് വന്നത് ജിബ്രീലാണ് എന്ന് പറഞ്ഞപ്പോൾ കണ്ണുകൾ നിറഞ്ഞുകൊണ്ട് ലോകത്താദ്യമായി അവിടുത്തെ മുഖത്തേക്ക് നോക്കി ഒരു മനുഷ്യൻ പറഞ്ഞു, അത് ഖദീജ ബീവിയായിരുന്നു. ഞാനിതാ അങ്ങയെ കൊണ്ട് വിശ്വസിക്കുകയാണ്. ഇതായിരുന്നല്ലോ ഖദീജയുടെ സ്വപ്നമായിട്ടുണ്ടായിരുന്നത്. ലോകത്തുള്ള പിൽക്കാലത്ത് വന്ന കോടിക്കണക്കിന് വരുന്ന വിശ്വാസികളുണ്ട്. ആ വിശ്വാസികളിൽ ആദ്യത്തെ വിശ്വാസിയായിട്ട് പരിശുദ്ധ റസൂലിന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ഖദീജ റളിയല്ലാഹു അൻഹ മാറുകയാണ്. ഖദീജ പ്രവാചകന്റെ കൈകൾ കൂട്ടിപ്പിടിച്ചു, വിശ്വാസം കൊണ്ട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. പരിശുദ്ധ റസൂലുള്ളാഹിക്ക് സമാധാനമായി സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ ഖദീജ റളിയല്ലാഹു അൻഹയുടെ സഹായമായിരുന്നു നബിക്കുണ്ടായിരുന്നത്, അല്ലേ? ദഅവത്ത് തുടങ്ങി. ഖദീജ ബീവി അവിടെ അറിയപ്പെട്ടിരുന്നത് അത്വാഹിറ എന്നായിരുന്നു. ത്വാഹിറ എന്ന് പറഞ്ഞാൽ പരിശുദ്ധ എന്നായിരുന്നു അവർ അറിയപ്പെട്ടിരുന്നത്. എല്ലാവർക്കിടയിലും ഖദീജ എന്നല്ല പറയാ, ത്വാഹിറ എന്നാ പറയാ. അതുകൊണ്ടാണ് നമ്മൾ പെൺകുട്ടികൾക്കൊക്കെ ത്വാഹിറ എന്ന് പേരിടുന്നത്, അല്ലേ? വീണ്ടും പരീക്ഷണങ്ങൾ വരുന്നു. ഒരാൺ കുഞ്ഞില്ലല്ലോ. അബ്ദുള്ള മരിച്ചുപോയി, ഖാസിം മരിച്ചുപോയി. എന്ത് ചെയ്യാനാ? ഖദീജ ബീവിയെ സമാധാനിപ്പിച്ചു. പരിഹാസ ശരങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നു. മുഹമ്മദ് അബ്തറാണ്. മക്കളില്ലാത്തവരൊരിക്കലും പരിഹസിക്കാൻ പാടില്ല, അല്ലേ? ചില മക്കളില്ലാത്തോ നിന്റെ മക്കള് ആകുന്നത് കണ്ടിട്ട് അവൻ അൽഹംദുലില്ലാ എന്ന് പറയും. പരിഹസിച്ചവൻ്റെ മക്കളാകുന്നത് കണ്ടിട്ട് ഇയാൾ അൽഹംദുലില്ലാ എന്ന് പറയേണ്ടി വരും. പരിഹസിക്കണവൻ്റെ അവസ്ഥ അതാ. അതിലൊന്നും ഒരു വകുപ്പില്ലല്ലോ. പെൺകുട്ടികളുടെ പേരിൽ പരിഹസിക്കുക, അല്ലെങ്കിൽ മക്കൾ ഇല്ലാത്തതിൻ്റെ പേരിൽ കളിയാക്കുക, മക്കളില്ലാത്ത അഡ്രസ്സിൽ അവരെ വിളിക്കുക ചെയ്യുക, അവരെ വേദനിപ്പിക്കരുത്. ഈ കൂട്ടത്തിലൊക്കെ ആരെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ അള്ളാഹു സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ കൊടുക്കട്ടെ. ആമീൻ പറയൂ. അള്ളാഹു സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ കൊടുക്കട്ടെ. മുഹമ്മദ് നബി അബ്തറ എന്ന് പറഞ്ഞു. മറുപടി അള്ളാഹ് പറഞ്ഞല്ലോ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇന്നാ അഅ്തൈനാകൽ കൗസർ. തറയാ തന്നത് നബിയെ, ധാരാളം തന്നില്ലേ, ധാരാളം മക്കളെ തന്നില്ലേ.
ഫസല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിഅക ഹുവൽ അബ്തർ. ആ കളിയാക്കണം തന്നെയാണ് അബ്തർ, വാലില്ലാത്ത ആള് എന്ന് പറഞ്ഞാൽ മക്കളൊന്നും ഇല്ലാത്ത, ദുന്യാവിൽ പിന്നെ ഓർക്കപ്പെടാത്തയാൾ. ഖദീജ ബീവി റസൂലുള്ളാന്റെ കൂടെ സദാസമയവും ഉണ്ടാകും. എപ്പോഴും നബിയുടെ കാര്യം മാത്രമായിരുന്നു ശ്രദ്ധ. എന്തെങ്കിലും പ്രയാസമുണ്ടോ? രാത്രി കാലങ്ങളിൽ ഹബീബായ റസൂലുള്ളാഹിയെ കാണാതെയായാൽ ഖദീജ ബീവിക്ക് ആന്തലായിരുന്നു, ഉള്ളിൽ വേദനയായിരുന്നു. അല്ലേ? റസൂലുള്ളാഹിക്ക് എല്ലാം കൊണ്ടും സഹായം. പറഞ്ഞല്ലോ, മാ നഫഅനി മാലുൻ ഖത്തു മാ നഫഅനി മാലു ഖദീജ. പരിശുദ്ധ ഖദീജ റളിയല്ലാഹു തആല അൻഹയുടെ ധനം എനിക്ക് ഉപകാരപ്പെട്ടതുപോലെ ലോകത്തൊരു ധനവും എനിക്ക് ഉപകാരപ്പെട്ടിട്ടില്ല എന്ന് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലേ? അമ്മമാരെ, ആ ഖദീജ ബിയുടെ ബാക്കിയാവണങ്ങളൊക്കെ മദ്രസ പണിയുമ്പോ ഊരിക്കൊടുക്കാൻ തയ്യാറാകണം. ഖദീജ ബീവി റസൂലുള്ളാഹിനെ സഹായിച്ചതുപോലെ നിങ്ങളുടെ നാട്ടിലെ മദ്രസ പണിയാൻ കൈകളിൽ നിന്നൊരു വള ഊരിക്കൊടുക്കണം, കൈവിരലുകളിൽ നിന്നൊരു മോതിരം ഊരിക്കൊടുക്കണം. എന്നിട്ട് ആഗ്രഹിക്കണം, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ ഒരു കാര്യമാണല്ലോ, അർബഅത്തുൻ സയ്യിദാതു നിസാഇൽ ആലമീൻ സയ്യിദാതു നിസാഇ അഹ്ലിൽ ജന്ന. 4 സ്ത്രീകൾ, അവർ സ്വർഗത്തിലെ യുവതികളുടെ നായകന്മാരാണ്, അവർ ലോകവിശ്വാസിനികളുടെ നേതാക്കളാണ്. ഒന്ന് മറിയം ഇബ്നത്തു ഇമ്രാൻ, ബഹുമാനപ്പെട്ട ആസിയ ബിന്തു മുസാഹിം, അപ്രകാരം തന്നെ ഖദീജ ബിന്തു ഖുവൈലിദ് വ ഫാത്തിമ ബിന്തു മുഹമ്മദ്. അല്ലാഹു അവരുടെ തണലിൽ സ്വർഗത്തിൽ കടക്കാൻ ഈ ഉമ്മമാർക്ക് തൗഫീഖ് നൽകട്ടെ. നമുക്കും അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. എപ്പോഴും നബിയെ നോക്കുക, നബിയുടെ സംരക്ഷണം നോക്കുക, റസൂലുള്ളാഹിക്ക് സഹായം നൽകുക മാത്രം. അല്ലേ? അവിടുത്തെ മഹത്വങ്ങളിൽപ്പെട്ട ഒന്നാണ്, 7 ആകാശങ്ങൾക്കപ്പുറത്ത് നിന്ന് അല്ലാഹു സലാം കൊടുത്തയച്ചല്ലോ. അതാ ജിബ്രീലുൻ അന്നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം. ജിബ്രീൽ റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക് വന്നു. സ്വർഗത്തിൽ നിന്നുള്ള മുത്തുകളാലും പവിഴങ്ങളാലുമുള്ള ഒരു കൊട്ടാരം കാണിച്ചു കൊടുത്തു. ഇത് ഖദീജക്കുള്ളതാണ്, ഇത് ഖദീജക്കുള്ളതാണ്. മുഹമ്മദ് നബിയേ, ഖദീജയോട് അങ്ങന്റെ സലാം പറയണേ. എന്റെ മാത്രമല്ല, മിൻ റബ്ബിഹാ വ മിന്നീ, എന്നിൽ നിന്നും ജിബ്രീലിൽ നിന്നും അല്ലാഹുവിൽ നിന്നുമുള്ള സലാം നിങ്ങൾ പറയണേ എന്ന് അല്ലാഹുവിന്റെ ഹബീബിനോട് സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാം. പിന്നെ എത്ര കല്യാണം കഴിച്ചു, പക്ഷെ ആ കല്യാണം കഴിച്ച ഭാര്യമാരെക്കാളൊക്കെ ഈ ഖദീജയോട് സ്നേഹമുണ്ടായിരുന്നു. വൃദ്ധയായ ഖദീജയോട് നിങ്ങൾ കണ്ടോ, അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞല്ലോ, അയ്യമംറഅത്തിൻ, ഏതെങ്കിലും ഒരു പെണ്ണ്, മാതത് വസൗജുഹാ അൻഹാ റാദ്, തന്റെ ഭർത്താവ് തന്നിൽ സംതൃപ്തനായിരിക്കെ ആ സ്ത്രീ ലോകത്തോട് വിട പറഞ്ഞാൽ അല്ലാഹു ആ സ്ത്രീയെ സ്വർഗത്തിൽ കടത്തും. ഖാല റസൂലുള്ളാഹി, ഉറക്ക സ്വലാത്ത് ചൊല്ലൂ, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. എല്ലാ കാര്യങ്ങളിലും നബിയെ അനുസരിച്ചു, നബിയോട് കടപ്പെട്ടു, റസൂലുള്ളാഹിനോട് സംസാരിച്ചു. കണ്ടോ, അതുകൊണ്ട് റസൂലുള്ള പറഞ്ഞല്ലോ, ഇന്നി ഖദ് റുസിഖ്തു ഹുബ്ബഹാ, ഞാൻ ഖദീജയുടെ സ്നേഹം എനിക്ക് നൽകപ്പെട്ടിരിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ കണ്ടില്ലേ, ആ ഖദീജയുടെ അവസാനത്തെ മകളാണ് ഫാത്തിമ റളിയല്ലാഹു അൻഹ. ആ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹക്ക് അല്ലാഹുവിന്റെ റസൂല് വരനായി കണ്ടെത്തിയത് അലി റളിയല്ലാഹു അൻഹുവിനെയായിരുന്നു. ആ അലിയിലൂടെയാണ് പിൽക്കാലത്ത് ലോകത്ത് കടന്നു വന്ന പരിശുദ്ധ റസൂലിന്റെ കുടുംബാംഗങ്ങൾ റളിയല്ലാഹു അൻഹും. എന്താ റസൂൽ തൃപ്തിപ്പെടാനുള്ള കാരണം? അവിടുന്ന് പറഞ്ഞല്ലോ, സ്വദ്ദഖത്നി ഇദ് കസ്സബ്തും
നിങ്ങളെല്ലാവരും എന്നെ കളവാക്കിയപ്പോ ഖദീജ എന്നെ സത്യമാക്കിയല്ലോ. നിങ്ങളെല്ലാവരും എന്നെ നിഷേധിച്ചപ്പോ ഖദീജ ബീവി എന്നെ വിശ്വസിച്ചല്ലോ. അവിശ്വസിച്ചപ്പോ എന്നെ വിശ്വസിച്ചല്ലോ. മാത്രമല്ല ഖദീജയിലൂടെ എനിക്ക് മക്കളുമുണ്ടായല്ലോ. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ചിന്തിക്കൂ നിങ്ങൾ, അത്ര വലിയ സമ്പന്നയായിരുന്നല്ലോ. പക്ഷേ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹിയെയും കുടുംബങ്ങളെയും ബനൂ ഹാഷിമിനെ ഖുറൈശികൾ ബഹിഷ്കരിക്കുകയാണ്. അവർക്ക് ഒന്നും വിൽക്കാൻ പാടില്ല, വാങ്ങാൻ പാടില്ല, വിവാഹബന്ധത്തിൽ ഏർപ്പെടാൻ പാടില്ല. ശുഐബ് അബീ ത്വാലിബ് എന്ന് പറയുന്ന ഇന്നും നമുക്ക് ആ സ്ഥലം കാണാൻ കഴിയും. അവിടെ നിങ്ങൾ ചെന്ന അവിടെ പോയിട്ട് റസൂലുള്ളാഹിയും തന്റെ പ്രിയപ്പെട്ട ഭാര്യയും മക്കളും എല്ലാവരും അവിടെ കഴിഞ്ഞുകൂടുകയാണ്. പച്ചിലകൾ മാത്രമേ ഉള്ളൂ, വേറെ യാതൊന്നുമില്ല. അങ്ങനെ ഖദീജ ബീവിക്ക് അത്രയും പ്രായമാണല്ലോ. ഇരുട്ടലിന്റെ അതുപോലെ ഈ ലോകത്തുള്ള ആകാശമല്ലാതെ മറ്റൊന്നും മേൽക്കൂരയില്ല. പ്രയാസം സഹിച്ചുകൊണ്ട് ഖദീജ ബീവി രോഗിണിയായി. ആ രോഗത്താൽ തളർന്നുപോയി. ഹിജ്റയുടെ 10-ാം വർഷമാണ്. പരിശുദ്ധ റസൂലിന്റെ ജീവിതത്തിലെ ഏറ്റവും സങ്കടകരമായ വർഷമാണ്. ആമുൽ ഹുസ്ന് എന്നാണ് ആ വർഷം അറിയപ്പെടുന്നത്, ദുഃഖത്തിന്റെ വർഷം. പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖദീജ റളിയല്ലാഹു അൻഹയെ ശുശ്രൂഷിക്കാൻ വേണ്ടി അടുക്കലിരുന്നു. അങ്ങനെ മരണത്തെ കൺമുമ്പിൽ കാണുകയാണ്. പരിശുദ്ധ നബിയോട് ഖദീജ പറഞ്ഞു, നബിയേ, എന്നോട് നിങ്ങൾ പൊറുക്കണം. കാരണം നിങ്ങൾക്ക് വേണ്ട സേവനങ്ങളിൽ, നിങ്ങളോടുള്ള ബാധ്യതകളിൽ ഞാൻ ഒരുപാട് വീഴ്ച വരുത്തിയിട്ടുണ്ട്. ഹാഷാ മാ റഅയ്തു മിൻകി ഇല്ലാ ഖൈറാ. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, ഖദീജ, നന്മയല്ലാതെ മറ്റൊന്നും നിങ്ങളിൽ ഞാൻ കണ്ടിട്ടില്ലല്ലോ. അപ്പൊ ഖദീജ ബിവി പറഞ്ഞു, എനിക്കൊരു കാര്യമേ നിങ്ങളോട് വസിയ്യത്ത് ചെയ്യാനുള്ളൂ. എന്റെ ഈ പുന്നാര മകളുണ്ടല്ലോ, ഖദീജയുണ്ടല്ലോ, ഫാത്തിമയുണ്ടല്ലോ, ഫാത്തിമയെ നിങ്ങൾ അനാഥയാക്കല്ലേ. എനിക്ക് ശേഷം ഫാത്തിമയെ പ്രയാസപ്പെടുത്തല്ലേ. ഏതെങ്കിലും അറബികളായ പെണ്ണുങ്ങൾ കാരണത്താൽ ഫാത്തിമക്ക് ഇടങ്ങേറുണ്ടാക്കല്ലേ. ഫാത്തിമയോട് ഉയർച്ചയിൽ ഒച്ചത്തിൽ സംസാരിക്കല്ലേ. ഫാത്തിമയുടെ മനസ്സിനെ വേദനിപ്പിക്കല്ലേ എന്ന് പറഞ്ഞിട്ട് അല്ലാഹുവിന്റെ ഹബീബിന്റെ എല്ലാ സംതൃപ്തിയും നേടിയിട്ട് ഖദീജ ലോകത്തോട് വിട പറയുകയാണ്. ലോകത്തിന്റെ നായകൻ ആ മയ്യിത്തുമായി നടക്കുകയാണ്. നമ്മുടെ ഉമ്മ യാത്ര പറയുകയാണ്. നബിയുടെ ജീവിതം ഇതുപോലെ ദുഃഖഭരിതമായിട്ടുണ്ടോ? വീണ്ടും ഒരു പരീക്ഷണമാണ്. നടന്നുപോയി പരിശുദ്ധമായ ജന്നത്തുൽ മുഅല്ലയിലേക്ക്. ഇന്ന് നിങ്ങൾ ഹജ്ജിന് പോയാൽ, ഉംറക്ക് പോയാൽ പോകാറില്ലേ? സുഗന്ധം പരത്തുന്ന പരിമളം തൂകുന്ന ജന്നത്തുൽ മുഅല്ലയുടെ പരിസരത്ത് നിന്ന് ഖദീജ ബീവിക്കൊരു സലാം. ഈ ഓർമ്മകൾ നമ്മുടെ മനസ്സിലേക്ക് വരികയാണ്, നമ്മുടെ ഹൃദയത്തിൽ നൊമ്പരം വിടരുകയാണ്. ലോകത്തെ പ്രിയപ്പെട്ട മുഹമ്മദ് നബിയുടെ, ലോകനായകന്റെ ജീവിതത്തിൽ ഏറ്റവും സ്വാധീനിച്ച ലോകത്തെ ശക്തയായ സ്ത്രീ മഹദിയായ ഖദീജത്തുൽ കുബ്രാ റളിയല്ലാഹു അൻഹ. അല്ലാഹു ആ സ്നേഹത്തിലായി ജീവിക്കാനും ആ സ്നേഹത്തിലായി മരിക്കാനും അല്ലാഹു തആല നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാകട്ടെ. എല്ലാവരും ആമീൻ പറയൂ. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ. അല്ലാഹുവേ, പടച്ചവനെ, ഈ മജ്ലിസിൽ വെച്ച്, ഈ മദ്രസയുടെ സംരംഭത്തിലേക്ക് അല്ലാഹുവേ മരിച്ചു പോകുമെന്ന കാര്യം ഉറപ്പാണ്. റഹ്മാനായ റബ്ബേ, ആ മരണത്തിന് ശേഷമുള്ള നന്മ ആഗ്രഹിച്ചുകൊണ്ട്, ഹജ്ജ് ആഗ്രഹിച്ചുകൊണ്ട്, ഉംറ ആഗ്രഹിച്ചുകൊണ്ടൊന്ന് കൈപിടിക്കൂ. കൈകൾ ഉയർത്തിപ്പിടിച്ച് ആമീൻ പറയുന്ന ഓരോരുത്തരുടെയും സ്വതക്കകൾ നീ സ്വീകരിക്കണേ തമ്പുരാനെ. മരണപ്പെട്ടു പോയ ഉമ്മയുടെ ഹദ്റത്തിലേക്ക്, വാപ്പാന്റെ ഹദ്റത്തിലേക്ക്, പ്രിയപ്പെട്ട സഹോദരിയുടെ ഹദ്റത്തിലേക്ക്, പ്രിയപ്പെട്ട വേണ്ടപ്പെട്ടവരുടെ ഹദ്റത്തിലേക്ക്, ഈ മദ്രസക്ക് വേണ്ടി സ്വതക്ക ചെയ്യാൻ തയ്യാറുള്ളവരെ നീ സ്വീകരിക്കണേ അല്ലാ. നീ കബൂലാക്കണേ അല്ലാ. നീ ബറക്കത്ത് നൽകണേ അല്ലാ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇന്ന് ഞാൻ വലിയ സ്വതക്കൊന്നും ചോദിക്കണില്ല. ഇൻഷാ അല്ലാഹ് നാളെ മുസ്തഫ ഉദവി ചോദിച്ചോളൂ. ഇന്ന് ഞാൻ ചോദിക്കണത് നിങ്ങളൊക്കെ തരണം. 2, 4 എത്ര ഉണ്ടായില്ലേ? അല്ല, അതൊന്നും വേണ്ട, അത് വേണ്ടത് മതി, ഇത് മതി.
ഒരു 11,111 രൂപ സ്വതക്ക ചെയ്യാൻ. വലിയ സംഖ്യയാണ്, സംശയമൊന്നുമില്ല. ഒരു തേന് എടുക്കി ഒരു 11,111 രൂപ സ്വതക്ക ചെയ്യാൻ തയ്യാറുള്ള ആദ്യത്തെ ആളാരാണ്? ഈ പറയപ്പെട്ട ഉമ്മാക്കോ വാപ്പാക്കോ അവനവന് വേണ്ടിയോ നല്ല ഒരു നിയ്യത്തോടെ ഒന്ന് എഴുന്നേറ്റ് നിന്ന് ഈ മദ്രസയുടെ പണിയിലേക്ക് ഈ മജ്ലിസിൽ വെച്ചൊരു 10,111 രൂപ സ്വതക്ക ചെയ്യാൻ ഒരാളൊന്ന് എഴുന്നേറ്റ് നിന്നേ. ഒരാള്, കഴിയുന്ന ഒരാള്, ഏതെങ്കിലും ഒരാള് ഇൻഷാ അല്ലാഹ്. ഉണ്ടോ? അവിടെ ഉണ്ടോ? എഴുന്നേറ്റുന്നോ? സഹോദരിമാരുടെ ഭാഗത്ത് ആരെങ്കിലും എഴുന്നേറ്റുന്നോ? സഹോദരന്മാരുടെ ഭാഗത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് എഴുന്നേറ്റ് നിൽക്കൂ. നിങ്ങളുടെ മദ്രസക്ക് ദീനിന് വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത്. ആരെങ്കിലും ഉണ്ടെങ്കിൽ സഹോദരിമാരുടെ ഭാഗത്ത് എഴുന്നേറ്റ് നിന്നോ? ഏതെങ്കിലും ഒരാളെങ്കിലും ഒന്ന് ബറക്കത്തിനൊന്ന് എഴുന്നേറ്റ് നിൽക്കി. ഒരാള്. അതിനൊരു ധൈര്യം വേണം. ഈ സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിലും ഇത്രയും വലിയൊരു സ്വതക്ക ചെയ്യാൻ തയ്യാറുള്ള ഏതെങ്കിലും ഒരാളുണ്ടെങ്കിൽ ഒന്ന് എഴുന്നേറ്റ് നിൽക്കി. ഒരാളും ഇല്ലേ? ഏതെങ്കിലും ഒരു വിശ്വാസി ഇപ്പൊ ഈ സദസ്സ് ഇങ്ങനെ ആഗ്രഹിച്ചിരിക്കുകയാണ്, ഒരാളെങ്കിലും ഒന്ന് എഴുന്നേറ്റ് നിൽക്കണം എന്ന് എല്ലാവരും ആഗ്രഹിച്ചിരിക്കുകയാണ്. പറഞ്ഞു പോയില്ല, ഞാൻ നിരാശരാക്കില്ല. ഏതെങ്കിലും ഒരാളൊന്ന് എഴുന്നേറ്റ് നിൽക്കാൻ. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. മനസ്സിന് വലിയ സമാധാനമായി പോയി. ഞാൻ വിചാരിച്ചു ആരും ഉണ്ടാവില്ലേന്ന്. അൽഹംദുലില്ലാ. ഇനിയൊരു വളണ്ടിയർ വന്നിട്ട് ഒന്നവിടെ എത്തിക്കണം. എല്ലാവരും എഴുന്നേറ്റ് നിന്നേ. നമുക്ക് ആ സഹോദരന് വേണ്ടി ദ്വാരക്കാം. തവസ്സൽനാ ബിബിസ്മില്ലാ വബിൽഹാദി റസൂലില്ലാ വകുല്ലി മുജാഹിദിൻ ലില്ലാ വഅഹ്ലിൽ ബദ്രി യാ അല്ലാഹ് സ്വലാത്തുല്ലാ സലാമുല്ലാ അലാ ത്വാഹ റസൂലില്ലാ സ്വലാത്തുല്ലാ സലാമുല്ലാ അലാ യാസീൻ ഹബീബില്ലാ. ഒന്ന് കൈയുയർത്തി പിടിക്കൂ. അല്ലാഹുവേ, നീ സ്വീകരിക്കണേ റഹ്മാനെ, നീ കബൂൽ ചെയ്യണേ അല്ലാ. ഈ സഹോദരന്റെ ഉദ്ദേശങ്ങൾ നീ നിറവേറ്റണേ റഹ്മാനെ. മരണപ്പെട്ടു പോയവരുടെ ഖബറിലേക്ക് ആ സ്വതക്കയുടെ സവാബ് നീ എത്തിക്കണേ അല്ലാ. പ്രതിസന്ധികളിൽ നിന്ന് കാക്കണേ റബ്ബേ. എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും കാക്കണേ അല്ലാ. ഈ സദസ്സിൽ ധൈര്യത്തോടെ സ്വതക്ക ചെയ്യാമെന്ന് വാഗ്ദാനം ചെയ്ത് എഴുന്നേറ്റ് നിൽക്കുന്നവർ, അവരെ നീ സ്വീകരിക്കണേ തമ്പുരാനെ, അവരെ നീ കബൂലാക്കണേ അല്ലാ.